शार्दूल कर्तव्य എങ്ങോട്ടാ? ഗാന്ധിനഗർ. സെക്കൻഡ് സ്ട്രീറ്റോ? അല്ല, തേർഡ് സ്ട്രീറ്റാ. ഗുരുവായൂരപ്പാ. ചുമ്മാ ഇരിയടാ, സാരമില്ല മോളെ, നമുക്ക് ഇവനെ ചുട്ടടി കൊടുക്കണം. എന്താ അവിടെ? ആഹാ, രഞ്ജിനിയോ? രാവിലെ കാണാതായപ്പോ ഞങ്ങൾ കരുതി നാളെ വരുമെന്ന്. ട്രെയിൻ വളരെ ലേറ്റ് ആയില്ലേ? ഏയ്, അത്രയധികമൊന്നുമില്ല. റെയിൽവേക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 255 മിനിറ്റ് ലേറ്റ്. ആന്റിയെ കാണാത്തോണ്ട് ഞാൻ കരുതി ചിലപ്പോ ട്രെയിൻ പാളം തെറ്റി കാണുമെന്ന്. മതി മതി, അവന്റെ ഓരോ രണ്ടു നിന്ന് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ആ മോള് നിക്ക്. ഇത് മോൾക്ക്. നല്ല ഡോൾ. ഇത് മോന്. ഹായ്, നല്ല തോക്ക്. താങ്ക് യു ആന്റി. ആ, ഇനി രണ്ടാണ് പോയിരുന്ന് പഠിക്ക്. പോ. വെറുതെ എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു രഞ്ജിനി? 1 മണിക്കൂർ കൊണ്ട് എല്ലാം തവിട് പൊടിയാക്കും. ആ ചേച്ചി, പിന്നെ വേണോട്ടിന് എപ്പോഴാ വരിക? ഇന്ന് ബാർ അസോസിയേഷന്റെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എത്താൻ അല്പം വൈകുമെന്നാ പറഞ്ഞേ. എന്നാ നീ വേഗം കുടിച്ച് റെഡിയായി വാ. വല്ലതും കഴിക്കാൻ നോക്കണ്ടേ? ചേച്ചിയുടെ മാസ്റ്റർ പീസ് റെഡിയാക്കിയിട്ടുണ്ടോ? ചമ്മന്തിപ്പൊടി എല്ലാ പൊടിയുണ്ട്, നീ വേഗം വാ. അല്ല, നമ്മുടെ ജേർണലിസ്റ്റ് എത്തിയോ? അകത്തുണ്ട്. വന്നത് മുതൽ പിള്ളേർ രണ്ട് പിന്നാലെ കൂടിയിരിക്കുക. പുകപടലങ്ങൾ പെട്ടെന്ന് ആകാശത്തോളം ഉയർന്നു.
ഭൂതത്തിന്റെ മുഖം തെളിഞ്ഞു വന്നു. പേടിച്ചു വിറച്ചു നിന്ന മുക്കുവനോട് ഒരട്ടാസത്തോടെ ഭൂതം ചോദിച്ചു, എന്താണ് ജേർണലിസ്റ്റേ? ആഹാ, ഡാഡിയായിരുന്നോ? ഞങ്ങൾ വിചാരിച്ച ഭൂതാണെന്ന്. ഡാ. പിള്ളാരെ വരട്ടി ഇരുത്തിരിക്കുകയാണല്ലേ? അല്ല വേണുട്ടാ, ആ? ഈ കോടതി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരാതെ ബാർ അസോസിയേഷന്റെ പേരും പറഞ്ഞുള്ള ഈ ചുറ്റിക്കറങ്ങൽ നിർത്താറായില്ലല്ലേ? ഓഹോ, അപ്പൊ പരദൂഷണം നടന്നിട്ടില്ലെന്ന് മനസ്സിലായി. ദേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഡാഡി എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? കഥയുടെ മൂട് മുഴുവൻ പോയി. മതി മതി, രണ്ടു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങളൊന്ന് ആന്റിയുടെ കൂടെ ഇറങ്ങുന്നു. അതെ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഉറങ്ങാൻ പോവാ. രഞ്ജിനി, വേണ്ടാത്തൊന്നും ശീലിപ്പിക്കണ്ട. അത് നിനക്കിട്ട് തന്നെ പറയാവും. അതെ, ആന്റി സഹിച്ചോളൂ. ഡേ. അതൊക്കെ പോട്ടെ. ഈ ജേർണലിസത്തിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതോ ഡൽഹിയിൽ അഡ്വാൻസ്ഡ് കോഴ്സ് പൂർത്തിയാക്കിയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പഠിച്ച തിയറിയൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ പ്രയോജനപ്പെടുത്തുന്നതില മിടുക്ക്. നീ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉണ്ടല്ലോ, കേൾക്കാൻ സുഖമുള്ള വാക്കാണെങ്കിലും അത്ര നിസ്സാരമൊന്നുമല്ല. മനസ്സിലായോ? അല്പമൊക്കെ റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നെ ലൈഫിൽ എന്താ ചേട്ടാ ഒരു ത്രില്ല്? നിന്റെ ഈ അപ്രോച്ചിൽ ഇംപ്രസ്ഡ് ആയിട്ടാണ് അവർ നിനക്ക് അപ്പോയിന്റ്മെന്റ് തന്നിരിക്കുന്നത്. പക്ഷെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കേരളമാണ്, ഡൽഹി അല്ല. വളരെ സൂക്ഷിച്ചോ. തുടങ്ങി. നാളെ അവൾ ജോയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ആർക്കെങ്കിലും അല്പം ധൈര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞില്ലാതൊക്കെ വലിയ മെടുക്കാം. ഇവൾ ഈ പറഞ്ഞത് അല്പം കാര്യമില്ലേ എന്ന് നിനക്ക് തോന്നിയേക്കാം, എങ്കിലത് പൂർണ്ണമായും ശരിയാണ്. എവിടെ നോക്കിയാണ് സൈക്കിൾ ഓടിക്കുന്നത്? രാവിലെ ഓരോരുത്തന്മാര് കെട്ടിയെടുത്തോളൂ. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു കോളേജ് ജംഗ്ഷൻ. അയ്യോ, ഇനി പേഴ്സ് കാണുന്നില്ല. എടുക്കാൻ പറഞ്ഞാണോ? അല്ല, ബസ്സിൽ കയറുമ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ, ഉറപ്പാ. സംശയിക്കണ്ട, ആരോ മോഷ്ടിച്ചതാ. ഈ ബസ്സിൽ സ്ഥിരം പരിപാടിയാ. കഴിഞ്ഞ ആഴ്ച എന്റെ പേഴ്സും ഈ ബസ്സിനാ മോഷണം പോയത്. നിങ്ങളുടെ പേഴ്സ് ആരെങ്കിലും എടുത്തിട്ട് തിരിച്ചു കൊടുക്കണം. അയ്യോ, അതാ എന്റെ പേഴ്സ്. അയ്യോ, ഇതെനിക്ക് കളഞ്ഞിട്ടിതാ താഴേന്ന്. പേഴ്സ് അടിക്കുന്നത് ഞാനല്ല. വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടെ. പറയുന്നത് ഇങ്ങനെയൊക്കെ സംശയിക്കണം. കാരണമില്ലാതെ അങ്ങനെ ഞാൻ എടുത്തു തരാൻ പോയി. കഴിഞ്ഞ ആഴ്ച എന്റെ പേഴ്സ് എടുത്തത് ഇവൻ തന്നെ. അത് ഞാനല്ല. അപ്പൊ ഇത് നീയാണോ? ഇത് ഞാനല്ല. ഇവനെ അവരെന്നോട് കാണിക്കരുത്. വീട്ടിൽ അത്യാവശ്യം പൈസ എടുത്തു ഇതിന്റെ കാര്യമില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ. മിസ് രഞ്ജിനിയുടെ അക്കാഡമിക് റെക്കോർഡ്സ് വളരെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ തിയറിയും പ്രാക്ടീസും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്കറിയാം സർ. പിന്നെ ഡൽഹിയിലൊക്കെ ട്രെയിനിങ് കഴിഞ്ഞോണ്ട് ചോദിക്കുക, വേറെ ഇംഗ്ലീഷ് പത്രത്തിൽ വല്ലതും ജോലി കിട്ടിയാൽ ഇത് കളഞ്ഞിട്ട് പോവോ? ഐ മീൻ, ഇതൊരു ഇടത്താവളമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോന്ന്? നോ സർ, നമ്മുടെ ഭാഷയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ വളരെ വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റിലെ ഇൻസിഗ്നിഫിക്കന്റ് റോളിനേക്കാളും മീഡിയം കൺസേൺസിലെ സിഗ്നിഫിക്കന്റ് റോളിനോടാണ് എനിക്കിഷ്ടം. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മിസ് രഞ്ജിനിക്ക് ഇവിടെ ധാരാളം സ്കോപ്പ് ഉണ്ട്. മിസ് സൂസൻ, പ്ലീസ് കം ഹിയർ ഫോർ എ മിനിറ്റ്. സബോർഡിനേറ്റ്സിന് വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ബട്ട് വൺ തിങ്, റിപ്പോർട്ടേഴ്സ് കൊണ്ടുവരുന്ന എന്ത് മാറ്ററും പത്രത്തിൽ അടിച്ചുവരുന്നത് പ്രതീക്ഷിക്കരുത്. എനിക്ക് ആവശ്യം ഫാക്ട്സ് ആണ്, തെളിവുകളുടെ ബലമുള്ള വസ്തുതകൾ. എന്ത് ഗൈഡൻസ് വേണമെങ്കിലും രഞ്ജിനിക്ക് എന്നോട് ചോദിക്കാം. താങ്ക് യു സർ. സർ. സൂസൻ, ഇത് മിസ് രഞ്ജിനി മേനോൻ, ഹലോ. പുതിയ റിപ്പോർട്ടറാ. എഡിറ്റോറിയൽ സെക്ഷനിൽ കൊണ്ടുപോയി എല്ലാവരും ഒന്ന് ശരി പരിചയപ്പെടും. സർ. Then okay, all the best. താങ്ക് യു സർ. വെരി സോറി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, കണ്ടക്ടർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ പോലും അയാൾ കാണിച്ചില്ല. പേഴ്സ് ഞാൻ പോക്കറ്റ് അടിച്ചിട്ട് പിടിക്കുമെന്നായപ്പോഴാണ് തിരികെ കൊടുക്കാൻ തുടങ്ങിയത്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്സിലൊക്കെ ഇതിപ്പോ ഒരു സ്ഥിരം പതിവാ. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതികൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പാർട്ടീസ് ആയിരിക്കും. അതുപോട്ടെ, ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്താരാ? എന്റെ സുഹൃത്താ, ജേർണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് RJ കിഴക്കേടം. ഉണ്ട്. നിങ്ങളാരാ? കേരള
അല്ല പിന്നെ ബസ്സിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കുന്ന കണ്ടക്ടറുടെ കാക്കിയും നീതിപാലനത്തിന് വേണ്ടി സാറണിഞ്ഞിരിക്കുന്ന ഈ കാക്കിയും രണ്ടും രണ്ടാണ്. സാമാന്യ ബോധമില്ലാത്ത ഒരു കണ്ടക്ടർ കഴുതയുടെ അബദ്ധജടിലമായ ജൽപ്പനങ്ങൾക്ക് സാറിന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കാൻ കഴിയുമെന്ന് വിവേകശാലിയായി ഞാൻ കരുതിയിരുന്നില്ല. തുറച്ചു നോക്കണ്ട, ഞാൻ കിഴക്കേടം, കേരള ടുഡേ. കിഴക്കിടം പ്രശ്നമല്ല, സോൾവ് ആയി. ആര് പറഞ്ഞു സോൾവ് ആയെന്ന്? പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ട്രെയിനിലോ പ്ലെയിനിലോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും അജ്ഞാതൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഉടനെ ട്രെയിനും പ്ലെയിനും ക്യാൻസൽ. ലക്കും ലഗാനും ഇല്ലാതെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുത്തന്റെ പോക്കറ്റ് അടിച്ചു എന്ന് സംശയം പറഞ്ഞാൽ ഉടനെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ വ്യവസ്ഥിതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ ഇൻസ്പെക്ടർ. ചിരിക്കരുത്. കുറെ നിരപരാധികളെ ചോദ്യം ചെയ്ത് വിറപ്പിക്കുമ്പോ ഏതാണ്ട് സായുജ്യം കിട്ടിയ പോലെ പോലീസ് അമ്മമാർക്ക്. കൈക്കൂലി കാശ് കൊണ്ട് പള്ള വീർപ്പിച്ചാൽ മാത്രം പോരാ, തലയ്ക്ക് താഴ്താമസം ഉണ്ടാക്കാനുള്ള ഏർപ്പാട് കൂടി ചെയ്യണം. കേട്ടോ കാക്കി? അന്തസ്സോടെ പെരുമാറിയാൽ ഞങ്ങൾ പോലീസ് എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ പുല്ലീസ് എന്ന് വിളിക്കും. ക്ഷമിക്കും തോറും തലേ കയറും. ക്ഷമിക്കണം സാർ, സാധാരണ പത്രക്കാരൊക്കെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ പറയില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇടി വീണു. 60 തവണത്തേക്ക് മാപ്പാക്കണം, വിവരക്കേട് കൊണ്ടാ. കിഴക്കിടം ഞാനും വരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മർമ്മത്തിലാ കൊണ്ടുപോകും. അതെ, ഗുഡ് മോർണിംഗ്. നാളത്തെ പത്രത്തിലേക്കല്ലേ കൊടുക്കാമല്ലോ. മാറ്റർ പറഞ്ഞോളൂ. ഇത് രഞ്ജിനി മേനൻ, പുതിയ റിപ്പോർട്ടറാ. ഇത് ഉണ്ണികൃഷ്ണൻ, സബ് എഡിറ്റർ. ഇത് നമ്മുടെ ഞാൻ RJ കിഴക്കേടം, സിറ്റി കറസ്പോണ്ടന്റ് ആണ്. പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം എന്തായി? എന്താകാൻ, ഞാൻ സബ് ഇൻസ്പെക്ടറെ വരട്ടിയപ്പോ അയാൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. 24 അവേഴ്സിനുള്ളിൽ കാസർഗോഡേക്ക് കമത്തു എന്ന് പറഞ്ഞപ്പോ ഒറ്റ മോങ്ങൽ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഏതോ അലവിലാതി പെണ്ണാണ് വാദി. അല്ലെങ്കിൽ താഴെ വീണ പേഴ്സ് എടുത്ത് കൊടുക്കാൻ പോയ ആളെ കള്ളനാക്കൂ. ബ്ലഡി ബീച്ച്. അവളെ എന്റെ കൈ കിട്ടിയ ഞാൻ ചെകിടത്തൊന്ന് പൊട്ടിക്കും. കണ്ടക്ടറാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നീ തന്നെ ഇപ്പൊ മാറ്റി പറയുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞ അവളെ കണ്ടാ തന്നെ അറിയാം ഒരു വട്ടിന്റെ ലക്ഷണം ഉണ്ടെന്ന്. കുമാരി രഞ്ജിനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? പറയാം. ഇവൻ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നതാ പരമദുഷ്ടം. പറയാനൊരു അവസരം തരണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നിക്ക് നിക്ക്. ബസ് യാത്ര ചെയ്യുന്നത് രഞ്ജിനിയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ കുട്ടിയൊന്ന് ചുണ്ടു പിടിപ്പിക്കാൻ നോക്കിയതാ, ഒരു തരത്തിലുള്ള റാഗിങ്. പക്ഷേ കുട്ടി പിടിച്ചു തന്നു. യു ആർ വെരി സ്മാർട്ട്. എന്നാ ഞാൻ ബാറിൽ പോയി കന്റീനിൽ പോയി ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. സോറി സർ. എന്തിന്? ഇറ്റ് വാസ് നോട്ട് യുവർ ഫോൾട്ട്. ഏതായാലും പോലീസ് അവർ ഉപദ്രവിക്കാൻ നന്നായി. ഓഫീസിൽ വന്ന് എന്നെ കണ്ടപ്പോഴുള്ള കക്ഷിയുടെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ആളിന്റെ സ്വഭാവം എനിക്ക് പിടികിട്ടി. പുള്ളിക്കാരന് ഞാൻ മനസ്സിലൊരു പേരും ഇട്ടിട്ടുണ്ട്, ഡീസന്റ് ഉണ്ണികൃഷ്ണൻ. ഇത്തരക്കാരുടെ സൈക്കോളജി എന്താണെന്ന് ചേട്ടൻ അറിയോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ജെന്റിൽമാൻ ഇമേജ് നിലനിർത്തണമെന്ന് വളരെ നിർബന്ധമുള്ള കൂട്ടരാ. ഓഹോ, സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആളുകളെ കുറിച്ചുള്ള നിന്റെ എല്ലാ റീഡിങ്ങും ശരിയായിക്കൊള്ളണമെന്നില്ല. എന്താണ് ചേട്ടനും അനിയത്തിയും തമ്മിലൊരു തർക്കം? ഹേയ്, ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് നിന്റെ ഓഫീസ് സെറ്റപ്പ് ഒക്കെ? കൊള്ളാം. നീ MD കണ്ടായിരുന്നോ? ഇല്ല, അദ്ദേഹം ഓഫീസിൽ വന്നില്ല. പുള്ളി അങ്ങനെ ഓഫീസിലങ്ങ് പോകാറില്ല. പത്രം മാത്രമല്ല, വേറെ 100 കൂട്ടം ബിസിനസ് ഉള്ള ആളാ. ഏതായാലും രാവിലെ വീട് വരെ ഒന്ന് പോയി അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും നല്ലതാ. നമ്മുടെ അടുത്ത സ്ട്രീറ്റിലാ താമസം. Where does the sun rise? The sun rises in the east. എന്താ? വിശ്വനാഥൻ സാറുണ്ടോ? ഡാഡി കുളിച്ചോണ്ടിരിക്കുക. പ്ലീസ് കം. പ്ലീസ് ടേക്ക് എ സീറ്റ്. താങ്ക് യു. Cow
gives us dash and dash. Cow gives us milk and cow gives us milk and മീറ്റ്. എനിക്കറിയാം, മറന്നുപോയതാ. മീറ്റ്. ആന്റിക്ക് പുസിക്കാറ്റ് അറിയാവോ? പിന്നെ അറിയാലോ. Pussycat, where have you been? I have been to London to look at the Queen. ആന്റി സ്കൂൾ ടീച്ചറാ? ഏയ് അല്ല. ഞങ്ങളുടെ ടീച്ചർ സോങ് പാടുന്നാലും നന്നായിട്ട് ആന്റി പാടുണ്ടല്ലോ. ആന്റിയുടെ പേരെന്താ? രഞ്ജിനി മേനോൻ. ഹായ്, മമ്മിയുടെ പേര്. ആഹാ, മോളുടെ മമ്മിയുടെ പേരും രഞ്ജിനി എന്നാ? ആ. മോളെ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഐ മോർണിംഗ്. എം രഞ്ജിനി മേനോൻ. പുതുതായി മനസ്സിലായി. ഇന്നലെ ജോയിൻ ചെയ്തു അല്ലേ? കൈമൾ സാർ വിളിച്ച് പറഞ്ഞിരുന്നു. ഡാഡി, എനിക്ക് ട്യൂഷൻ ടീച്ചറെ ഏർപ്പാട് ചെയ്യണമെന്ന് ഉമാരങ്ങളോട് പറഞ്ഞില്ലേ? ഈ ആന്റി മതി. എല്ലാ ലെസൺസ് ഈ ആന്റിക്ക് കാണാൻ പാടാ. മോൾ അകത്ത് വരുന്നു, പഠിച്ചോളൂ. ഇരിക്കൂ, കമാ. വേണ്ട സർ, ഞാൻ ഇറങ്ങാം. മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ സാറിന് ഫോർമലായിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് പോവാന്ന് കരുതിയാ ഞാൻ. ഇറ്റ്സ് ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. കാരി ഓൺ. താങ്ക് യു സർ. അമ്മേ, നമ്മുടെ പത്രത്തിൽ പുതുതായി ജോയിൻ ചെയ്ത ജേർണലിസ്റ്റാ രഞ്ജിനി മേനോൻ. നമസ്കാരം. കേറിയിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വേണ്ടമ്മേ, ഇനി ഒരു ദിവസം വരട്ടെ സാർ. വരട്ടെ അമ്മേ. യെസ്, ഇത് മത്സരത്തിന്റെ യുഗമാണ്. സിമിലർ ലൈൻ ഓഫ് പ്രോഡക്ട്സ് മാർക്കറ്റിലുള്ളപ്പോൾ ഉപഭോക്താവ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള ടുഡേയുടെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായേ തീരൂ. പിന്നെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണുള്ളത്. എന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു പല വ്യവസായങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഞാൻ ഓരോ കൊല്ലവും അഡീഷണലായി പത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളിൽ പലർക്കും അറിയില്ല. ഇത്രയും പറഞ്ഞത് എങ്ങനെയെങ്കിലും പത്രത്തിലൂടെ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല. നമ്മുടെ പത്രത്തിന്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്തണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പോളിസി മാറ്റേഴ്സിലോ ഇന്റേണൽ മാനേജ്മെന്റിലോ ഞാൻ ഇതുവരെ ഒരു രീതിയിലും ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എക്സ്പെക്ട് റിസൾട്ട്സ്. ഓൺലി ഹാർഡ് വർക്ക് ക്യാൻ ഗിവ് കോൺക്രീറ്റ് റിസൾട്ട്സ്. നോവൽ ഫീച്ചേഴ്സ്, സെൻസേഷണൽ റൈറ്റപ്സ്, വൈഡ് കവറേജ് ഓഫ് ഡേ ടു ഡേ ഹാപ്പനിങ്സ്, ഇവയെല്ലാം മാക്സിമം പെർഫെക്ഷനോട് കൂടി നമ്മുടെ പത്രത്തിൽ വരുത്താൻ കഴിഞ്ഞാൽ അത് കേരള ടുഡേയുടെ ഇമേജ് വളരെയധികം വർദ്ധിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സത്യം പറഞ്ഞ മാനേജിംഗ് ഡയറക്ടറുടെ പ്രസംഗം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അയാള് പറയും പോലൊക്കെ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് ചുമടെടുക്കാൻ പോകുന്നതാ. ചുമട്ട് ജോലിക്ക് അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ. അതെ, കിഴക്കേടത്തിന് ഇനി വേണമെങ്കിലും പോകാന്നല്ലേ ഉള്ളൂ. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കും. നമ്മുടെ പത്രത്തിന്റെ പഴയ ഇഷ്യൂ ഒക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് അറിഞ്ഞിരിക്കാമല്ലോ. എന്റെ ലേഖനങ്ങളുള്ള പത്രങ്ങൾ സശ്രദ്ധം വായിക്കണം, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ശരിയാ, മോശപ്പെട്ട ലേഖനങ്ങൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാക്കിയിരിക്കാമല്ലോ. ഉടേഷൻ, ഒരു മിനിറ്റ്. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എന്റെ അപ്പൂസിന്റെ സ്വന്തം കുപ്പൂസിന്റെ 7-8 ഭാഗം എഴുതി വെച്ചേക്കണം. കഥ ഇതുവരെ എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ശരി, എത്ര നാള് നിന്നെ കൊണ്ട് എഴുതിച്ച് എനിക്കിങ്ങനെ ആളായി നടക്കാൻ പറ്റും എന്നല്ലേ അച്ഛയുടെ അർത്ഥം? നിനക്കോ പൈങ്കിളി വാരികൾ എഴുതാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ കൂലിക്ക് എഴുത്ത് നല്ല പരിപാടിയല്ലേ? കിട്ടുന്നത് പാൽ നിനക്ക് തരുന്നുണ്ടല്ലോ. കാശിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ. എവിടെ എത്ര അത്യാവശ്യമായിട്ട് പോകാനുള്ളത്? സംഗതി പരമരഹസ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു നക്ഷത്ര വേശ്യാലെ സംഗതത്തെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് പോയി ചില വിവരങ്ങൾ ചോർത്തിയെടുത്ത് നാളത്തെ പത്രത്തിൽ തന്നെ കാറ്റണം. അത് ഈസിയായിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ല, അതിന് ഞാൻ വേറെ വകുപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ പരിചയക്കാരി ഒരു നാടക നടിയെ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്തിന്? ആ പെണ്ണിനെ അവിടെ നിർത്താനാണെന്ന് കള്ള പറയും. എന്നിട്ട് ഞാൻ അകത്ത് കയറും, ചോർത്തും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ബെസ്റ്റ്.
എന്നാലും ഇന്നലെ വരെയും ചീത്ത പെണ്ണുങ്ങളാ ഇവിടെ താമസിച്ചോണ്ടിരുന്നെന്ന് ഓർക്കുമ്പോഴാ ഒരു മനപ്രയാസം. അതിലൊന്നും ഒരു കാര്യമില്ലടി. അവരെ എല്ലാം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ ഈ സോമന് തന്നില്ലേ? നാ, സത്യം പറഞ്ഞ ഞാൻ അവരെ ഒഴിപ്പിച്ചതിന്റെ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ ഇവർക്ക് 4 വാടക കൊടുത്താൽ മതി എന്നാ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു വീട് 850 രൂപയ്ക്ക് എവിടെ കിട്ടാനാടി? ആ അത് ശരിയാ. ആ മനസ്സിലായില്ല. ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്ന എങ്ങനുണ്ട് ഉരുപ്പടി? തരക്കേടില്ല. അതെ വാ. വലിയ വലിയ VIP വരുന്ന വീടല്ലേ, തനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. എന്നാ എന്റെ പേര്? ഓമന. അല്ലടോ, തന്റെ പേരെന്താ? തന്റെ പേരെന്തോടോ? അതെ, നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പേഴ്സണൽ ടൈത്തിൽ സംസാരിക്കാം. ബാ. എന്തോ അടേ ഇടയുന്നേ? നല്ല ബാഡയാണല്ലോ. താൻ ഇവിടുത്തെ ബാഡി ഗാർഡാണോ? ബാ ബാടേ. പട്ടി കഴിവോടെ. അയ്യോ 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 എന്റെ അമ്മ. എന്തു പറ്റി? ശബ്ദം പോയി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ആ പഴയ എണ്ണയും കുഴമ്പ് കൂടി ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി ദേഹം മുഴുവൻ പിടിച്ചത് അനിയ. കേൾക്കണം. പോണ്ടാന്ന് പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് മനസ്സിലുണ്ടായിരുന്ന മതിയോടെ പറഞ്ഞു തൊലക്കട്ടെ. പക്ഷെ അടി കൊള്ളണമെന്ന് തലയിൽ വര കിടക്കുമ്പോ അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാ മായ്ക്കാൻ പറ്റുമോ? കിടക്കണം. ഈ ടൈപ്പ് 2 ഇടി കൂടി കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രിയങ്കരനായ കിഴക്കേടൻ ദിവംഗതനായി ഇന്ന് നമ്മുടെ പത്രത്തിൽ തന്നെ ബ്ലാക്ക് ബാർഡറിൽ ഫോട്ടോ അടിച്ച് വന്നേനെ അനിയ. വിഷമിക്കാതെ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഫീച്ചറിന്റെ മാറ്റർ ഡിഫറെന്റ് ആയിരിക്കണം, സെൻസേഷനിലായിരിക്കണം, ഇതുവരെ ആരും കവർ ചെയ്യാത്ത മേഖലയും ആയിരിക്കണം. ഇത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് ഒരു സബ്ജക്ട് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എന്റെ പേരിൽ ആദ്യം വരുന്ന ഫീച്ചർ ആയതുകൊണ്ടാ ഇത്രയും ടെൻഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? വേണൂട്ടിനെന്താ ഒന്നും മിണ്ടാത്തത്? ഒരു സജഷനും പറയാനില്ലേ? വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാതെ മുങ്ങുന്ന കക്ഷികൾ എന്നൊരു പരമ്പര കാച്ച്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് 100 കക്ഷികൾ. അത് വേണ്ട. പാവപ്പെട്ട കക്ഷികളുടെ കയ്യിൽ നിന്നും ക്രൂരമായി ഫീസ് വാങ്ങുന്ന വക്കീലന്മാർ എന്നായാലോ? ആ, ഇന്നലെ ഓഫീസിൽ വന്നൊരു കേസുണ്ട്. നിനക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസേഷണൽ മാറ്ററാ. കഴിഞ്ഞ ആഴ്ച ജനറൽ ഹോസ്പിറ്റലിൽ കണ്ണ് ഓപ്പറേഷൻ ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്തിരുന്നു. അസുഖമുള്ള ഇടത് കണ്ണിന് പകരം ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തത് വലത് കണ്ണാ. ഇപ്പൊ ആ കുട്ടിക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. ഡോക്ടേഴ്സ് ഈ കേസ് പുറത്തുവിടാതെ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. പേഷ്യന്റ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. എന്നാലും ഇത്രയും കെയർലെസ് ആയി ഡോക്ടേഴ്സ് പെരുമാറിയാൽ? കറക്റ്റ്. സംഭവം ആരറിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് നീ ഇപ്പൊ ചോദിച്ചത്. ജനങ്ങളുടെ ആ പൾസ് വെച്ച് നിനക്ക് ക്യാഷ് ചെയ്യാം. വളരെയധികം സോഷ്യൽ റെലവൻസ് ഉള്ള കേസാ. കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ, അച്ഛനില്ല, അമ്മയാ കൂടുള്ളത്. അവരുടെ സാമ്പത്തിക നില വെച്ചിട്ട് കേസിനൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പറേറ്റ് ചെയ്ത കണ്ണിനും അസുഖം ഉണ്ടായിരുന്നു എന്ന് ഡോക്ടേഴ്സ് കേസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്യാം. ഇതിന്റെ ഫോളോ അപ്പ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. വേണ്ട, പലരുടെയും സഹായം ഞങ്ങൾ കണ്ടതാ. നിങ്ങളെപ്പോലെ തന്നെ വേറൊരു ക്ലബ്ബുകാരാ കണ്ണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ എന്റെ മോളെ വെറുതെ വിട്ടേക്ക്. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ആരെയോ പേടിക്കുന്ന പോലെ. സത്യം പറയൂ, മോളുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു അല്ലേ? ഈ അന്ധതയ്ക്ക് കാരണക്കാർ ആരാണോ അവരിൽ നിന്ന് തന്നെ മോളുടെ നഷ്ടപ്പെട്ട കണ്ണുകൾ നമുക്ക് നേടിയെടുക്കണം. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും.
ഈ പത്രത്തിൽ വന്ന വാർത്ത നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. ഓപ്പറേഷൻ സമയത്ത് ഇത്തരം ചില മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് സാധാരണമാണ്. അത് ഇത്ര നിർത്തണോ? ഇതിന് മിസ്റ്റേക്ക് എന്നല്ല, കെയർലെസ്നെസ് എന്നാ പറയുന്നത്. താനൊക്കെ കഴുത്തിലേക്ക് കിടുതാപ്പം നോക്കി നടക്കാൻ എന്തിനാ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ഹോസ്പിറ്റലാ. തന്നെയൊക്കെ നട റോഡിൽ വെച്ചാ വിചാരണ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്തതേ ഞങ്ങളുടെയൊക്കെ മാന്യത കൊണ്ടാണല്ലോ. ഇവരെ പുറത്തുവിടാതെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഇരുത്തേണ്ട ഉദ്ദേശം എന്താ? ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് മഹത്വമൊക്കെ ഇന്നത്തെ പേപ്പറിലുണ്ടല്ലോ. ആളും പണവും നോക്കിയുള്ള നിങ്ങളുടെ ഈ വർഗവിവേചന ചികിത്സ ഉണ്ടല്ലോ, അത് ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കും. പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിച്ചത് കൊണ്ട് എന്താ കാര്യം? കുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ കണ്ണുകൾ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. 1.5 മണിക്കൂറായ ഒരു ബസ്സേ കയറി. പിന്നെ ശരി, ഓക്കേ. സാറ് ഇവിടെ എവിടെ താമസം? തേവരയില്ല, നാട് പട്ടാമ്പിയ. പിന്നെ പറയുന്നത് അല്പം ലേറ്റ് ആയിട്ടാണെന്ന് അറിയാം, എന്നാലും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ റിപ്പോർട്ട് ഗംഭീരായിരുന്നു. താങ്ക് യു സർ. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. ഡൽഹിയിലെ ട്രെയിനിങ്ങിൽ നിന്നും കിട്ടിയതാ ഈ ഡ്രൈവും ഇനിഷ്യേറ്റീവും ഒക്കെ. പിന്നെ പേരെടുക്കണമെന്നൊരു സെൽഫിഷ് മോട്ടീവും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളും. അർഹതയ്ക്ക് അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥത ഒന്നുമല്ല, നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമാണത്. അല്ല, നിങ്ങൾ ഇവിടെ എവിടെയാ താമസം? എക്സ്ക്യൂസ് മീ സർ, ഈ നിങ്ങൾ എന്നുള്ള വിളി വളരെ ഫോർമൽ ആയിട്ടാണ് എനിക്ക്. ഞാൻ മിസ് രഞ്ജിനി മേനോൻ തന്നെ വിളിച്ചോളാം. അപ്പൊ പിന്നെ എന്റെ ഫുൾ അഡ്രസ്സും ചേർത്ത് വിളിക്കുന്നതാവും നല്ലത്. പറഞ്ഞില്ല, വീട് എവിടെയാണെന്ന്? അതിവിടെ ആണുങ്ങളെല്ലാം ബാക്കിലൂടെ കയറി. എന്നിട്ട് ബസിന്റെ ബാക്ക് ഡോറിൽ കൂടി അകത്ത് കയറി ഡീസന്റ് എന്നെ നോക്കി ചിരി പാസാക്കി. മതി മതി, മര്യാദയ്ക്ക് പെരുമാറുന്നവരെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയാലേ. കളിയാക്കിയൊന്നും അല്ലേ ചേച്ചി, എന്റെ മനസ്സിൽ തോന്നുന്നൊക്കെ ചേച്ചിയോടല്ലാതെ ആ ഡീസന്റിനോട് പോയി പറയാൻ പറ്റൂ. എന്താ രണ്ടുപേരോടും ചിരിക്കുന്നത്? ഹേയ്, തമാശ വല്ലതും ആണെങ്കിൽ എനിക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഇരിക്കെ. ഇവളുടെ ഓഫീസിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചതാ. ഇന്നത്തെ ഫീച്ചറിന് സ്റ്റാഫ് മുഴുവൻ എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കൂടെ അവകാശപ്പെട്ടതാ. ക്ലൂ തന്ന ഞാനല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ അതിന് പ്രത്യേകിച്ച് ചെലവ് വല്ലതും ചെയ്യണോ? പറഞ്ഞോളൂ, ഐ എം റെഡി. നാളെ ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റിൽ നമുക്ക് കൂടിക്കളയാം. ആ, അതൊക്കെ പോട്ടെ. അടുത്ത ഫീച്ചറിനുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്തേ. ഷടാ, ഇതിപ്പോ നീ എന്നെ ഒരു ജേർണലിസ്റ്റ് ആക്കാൻ പോവാണോ? ഇക്കൊല്ലത്തെ ബെസ്റ്റ് റിപ്പോർട്ടിങ്ങിനുള്ള ഏതെങ്കിലും ഒരു അവാർഡ് എനിക്ക് അടിച്ചെടുക്കണം. ഇതാ കുഴപ്പം. ഇരുന്നിട്ട് കാര്യം നീട്ടിയാ മതി. അംഗീകാരം പിടിച്ചു പറിക്കേണ്ടതല്ല, അത് താനേ തേടി വരേണ്ടതാ. നീ ഓവർ അംബീഷ്യസാ. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പേരെടുക്കണം എന്നുള്ളത് ഓവർ അംബിഷൻ ആണെങ്കിൽ ഞാൻ ഓവർ അംബിഷ്യസാ, സമ്മതിച്ചു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ടിക്കറ്റ് അവിടെ ആരാ ടിക്കറ്റ് എടുക്കാനുള്ള? എവിടെ? ബ്രോഡ്വേ. ടിക്കറ്റ് ഒരു കോളേജ് ജംഗ്ഷൻ. കഴിഞ്ഞ കൊല്ലത്തിന്റെ പകുതിയും ചെലവഴിച്ചത് ഡൽഹിയിലെ ബസ്സുകളിലായിരുന്നു. ഡൽഹിയിലും ബോംബെയിലും ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പകുതി എഫിഷ്യൻസി പോലും ഇവിടുത്തെ ബസ് സർവീസിനില്ല. സാറെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതെ, വളരെ കറക്റ്റാ. സാറേ, സാറിന് എന്നെ പരിചയം കാണില്ല. ഞാനും സാറിന്റെ നാട്ടുകാരൻ തന്നെയാ, പട്ടാമ്പി. അതെയാ? കാര്യങ്ങളൊക്കെ മുറപോലെ നടക്കട്ടെ. സാറിനെ നല്ല മാച്ച് ആയിരിക്കും. എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടക്കാരെ കുറിച്ചുള്ള എന്റെ ഫ്യൂച്ചർ? വളരെ നന്നായിട്ടുണ്ട്. നല്ല ഭാഷ, നല്ല ശൈലി, വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക് യു. ജന്മനാ കിട്ടിയ കഴിവിനെ ചിന്തയാകുന്ന വളമിട്ട് പരിപോഷിപ്പിച്ചത് കൊണ്ടാണ് ഞാനൊരു ജീനിയസ് ആയി മാറിയത്. എന്റെ ഈ ലേഖനത്തെ പ്രകീർത്തിച്ച് വായനക്കാരിൽ നിന്ന് നാളെയോ മറ്റന്നാളോ 15 എഴുത്തുകൾ ഈ ഓഫീസിൽ കിട്ടും.
15 ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ അറിയാം? അത് ഞാൻ ഊഹിക്കുന്നതാ. കള്ള അഡ്രസ്സിൽ അനുമോദന കത്തുകൾ എഴുതിയിടുന്ന സ്വഭാവം മറ്റു പലരെയും പോലെ എനിക്കില്ല മിസ് രഞ്ജിനി. പക്ഷേ കിഴക്കേടത്തിന് അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്നവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ്. അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും കയ്യക്ഷരം ഒന്നുപോലെ ഇരിക്കാൻ കാരണം? അത് അപ്പന് ടച്ച് ചേർത്തല്ലേ. നിങ്ങളാരും പുതിയ ഫീച്ചേഴ്സ് തയ്യാറാക്കുന്നില്ലേ? ഞാൻ എന്റെ വിഷയം സെലക്ട് ചെയ്തു. ഗോതമ്പുമാവിൽ കുഴയുന്ന കേരള സർക്കാർ. റേഷൻ ഗോതമ്പ് കടകളിൽ നിന്നും സ്വകാര്യ മില്ലുകളിലേക്ക് കടത്തുന്നതിന്റെ കഥകൾ ഞാൻ അനാവരണം ചെയ്യും. ഇതെല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞല്ലേ? ആണോ? അതപ്പോ അതെ, ഞാനൊരു പുതിയ മുഖം നൽകും. എ ന്യൂ ഫേസ് ഓഫ് വീറ്റ്. എന്താ ഉണ്ണികൃഷ്ണന്റെ വിഷയം? ഞാൻ തൽക്കാലം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഹൗ അബൌട്ട് യു? ഇവിടെ മറൈൻ ഡ്രൈവിൽ ആർട്ട് ഗാലറിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്ഥലത്ത് കെമിക്കൽ ഫാക്ടറി കൊണ്ടുവരാൻ ചില ബിഗ് ഷോട്ടുകൾ ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒബ്ജക്ഷനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിനിസ്ട്രിയുടെ ഡയറക്റ്റ് സാങ്ഷൻ വാങ്ങാനാണ് അവരുടെ പരിപാടി. ഇതാണ് എന്റെ അടുത്ത ഫീച്ചർ. എക്സ്ക്യൂസ് മീ, എനിക്ക് അർത്ഥം അറിയാഞ്ഞിട്ടല്ല. പൊള്യൂഷൻ എന്നതുകൊണ്ട് മിസ് രഞ്ജിനി എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചാണോ? അതുങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനം എഴുതിയതല്ലേ, കാക്കിക്കുള്ളിലെ കഷ്ടം അഥവാ നിർവീര്യം. പോലീസ് അല്ല കിഴക്കേടം, പട്ടാളം. ഓ, മിലിട്ടറി. റം, പട്ടാളം. പൊല്യൂഷൻ, പട്ടാളം. പൊല്യൂഷൻ, പട്ടാളം, റം. ആർട്ട് ഗാലറിക്ക് പകരം കെമിക്കൽ ഫാക്ടറി വരുന്നുണ്ട്. നമ്മൾ പത്രക്കാർക്ക് എന്താ? ഒരു ദോഷവും ഇല്ലാന്ന് മാത്രമല്ല, അല്പം ഗുണവുമുണ്ട്. ആർട്ട് ഗാലറി വകയായി 50 രൂപയുടെ പരസ്യം പോലും നമുക്ക് കിട്ടില്ല. ഫാക്ടറി ആകുമ്പോൾ 10,000 പരസ്യത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഫാക്ടറി തുടങ്ങാൻ പോകുന്ന SS ഗ്രൂപ്പിൽ നിന്നും വർഷം തോറും എത്ര രൂപയുടെ പരസ്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കറിയില്ല. അറിയേണ്ട കാര്യം എന്താ? അന്തരീക്ഷ മലിനീകരണം കൊണ്ട് വിഷവായു ശ്വസിക്കേണ്ടി വരും, ആയുസ് പകുതിയാകും, മാരക രോഗങ്ങൾ പിടിപെടും, ഡെത്ത് റേറ്റ് കൂടും. അപ്പോ ഇവിടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസിലും റിഫൈനറി പരിസരത്തൊക്കെ താമസിക്കുന്നത് മനുഷ്യരല്ലേ? സാറിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ. മറ്റുള്ള ഫാക്ടറികളെ പോലെ അല്ല ഇത്. ഈ കെമിക്കൽ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ ജീവന് തന്നെ അപകടമാണ്. മാത്രമല്ല, ഈ ഫാക്ടറിയുടെ ക്രൂരത ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇനി ഓരോ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത്. നിയമത്തിന് മറികടന്ന് ഭരണകക്ഷിയുടെ സ്വാധീനത്താൽ മാത്രം നിലവിൽ വരാൻ പോകുന്ന വളരെ മാരകമായ ഒരു പ്രോജക്റ്റാണിത്. ഇത് തടഞ്ഞേ പറ്റൂ. എന്തിനാ കുഞ്ഞെ വേലിയിൽ കിടക്കണ പാമ്പിനെടുത്ത് കഴുത്തെ ചുറ്റുന്നത്? നമ്മളൊന്നും അറിഞ്ഞില്ലാന്ന് ഒരിക്കുന്നല്ലേ സേഫ്? അപ്പൊ സാറ് പറയുന്നത് വായനക്കാരുടെ താല്പര്യം നമ്മൾ ഒട്ടും കണക്കിലെടുക്കണ്ടെന്നാണോ? അല്ല, അവരുടെ താല്പര്യം കണക്കിലെടുക്കുന്നു എന്ന് അഭിനയിച്ചാൽ മതി. കുഞ്ഞെ, ഈ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരുതരം പഞ്ചസാരയിൽ പൊഞ്ഞ ബിസിനസ്സാ. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമുക്ക് പരസ്യം തരുന്നവരുടെ ഇൻട്രസ്റ്റാ. താങ്ക് യു സർ. കൈമൾ സാർ അപ്രൂവ് ചെയ്തില്ല അല്ലേ? യങ്ങർ ജനറേഷന്റെ ഡ്രൈവും സ്പിരിറ്റും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പഴഞ്ചനെയാണ് നമുക്ക് ചീഫ് എഡിറ്ററായിട്ട് കിട്ടിയിരിക്കുന്നത്. വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയ ചരമക്കുറിപ്പ് മാട്രിമോണിയലും കൊണ്ട് പേജ് നിറക്കേണ്ടി വരും. റീഡേഴ്സ് അപ്പീൽ എന്നൊന്നില്ലെന്നാ പുള്ളിയുടെ അഭിപ്രായം. മൂപ്പരോട് ഞാൻ സമരം തുടങ്ങിയിട്ട് നാള് കുറയായി. അല്പം റിസ്ക് ഉള്ള മാറ്ററുമായിട്ട് ചെന്നാൽ റിജക്ട് ചെയ്യുമെന്ന് ഉറപ്പാ. എല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് പുള്ളിക്ക്. വായനക്കാരുടെ വരിസംഖ്യ കൊണ്ടല്ല, പണക്കാരുടെ പരസ്യം കൊണ്ടാണ് പത്രം ഓടുന്നത്. സർക്കുലേഷൻ കൂടിയാൽ പരസ്യ വരുമാനവും കൂടുമെന്നുള്ളത് മൂപ്പർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ശമ്പളം എണ്ണി വാങ്ങാനുള്ള ഒരു കരിയർ മാത്രമായിട്ടാണെങ്കിൽ എനിക്കിവിടെ സ്ട്രിക്കോൺ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും രഞ്ജിനി മാനേജിംഗ് ഡയറക്ടറെ ഒന്ന് ചെന്ന് കണ്ടുനോക്കൂ. പുള്ളിക്കാരന് ഒരുപക്ഷെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാൻ പറ്റിയെങ്കിലോ? എങ്ങനെ? Rain, rain, go away. Come again another day. Little Johnny wants to play. മുത്തശ്ശി, ഇത് ടീച്ചർ പാടി കഴിഞ്ഞപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ലിറ്റിൽ ആനിമൽ വാണ്ട്സ് ടു പ്ലേ എന്നാക്കിയാലോ എന്ന്. മുത്തശ്ശി എന്തിനാ ചിരിക്കുന്നേ? മുത്തശ്ശിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? അയ്യോ, കുട്ടിയുടെ ഇംഗ്ലീഷ് ഒന്നും മുത്തശ്ശിക്ക് അറിഞ്ഞൂടാ. മുത്തശ്ശിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. മോളിരുന്ന് പഠിക്ക്. വേണ്ട, ഡാഡി വന്നിട്ട് മുത്തശ്ശി പോയാ മതി. ഒറ്റയ്ക്ക് ഇരുന്ന് അനുമോക്ക് ബോറടിക്കും. ഗുഡ് ഈവനിങ് അനുമോൾ. ഹായ് രഞ്ജിനി ആന്റി. ആ, ഇത് ആന്റിയുടെ ഒരു പ്രസന്റാ അനുമോൾക്ക്. ഹായ്, നല്ല പാവ. എന്നാലും മുത്തശ്ശി കിച്ചണിൽ പോയിക്കോ. എടി മിടുക്കി, രഞ്ജിനി ആന്റിയെ കണ്ടപ്പോ മുത്തശ്ശിയെ വേണ്ട അല്ലേ? മുത്തശ്ശിയല്ലേ പറഞ്ഞ കിച്ചണിൽ ജോലിയുണ്ടെന്ന്. അത് കൊള്ളാം. അമ്മേ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മോളിരിക്കെ, വിശ്വ ഇപ്പൊ വരും. അനുവിന്റെ കയ്യിൽ ഇതുപോലെ ഒത്തിരി പാവയുണ്ടല്ലോ. ആഹാ, എവിടെ? അനുവിന്റെ മുറിയിലാ. ആന്റി വാ, കാണിച്ചു തരാം. വാ. ഇതാണ് അനുവിന്റെ മുറി. ആഹാ,
സ്റ്റൈലായിട്ടുണ്ടല്ലോ. താങ്ക്സ്. ഈ കളിപ്പാട്ടങ്ങളൊക്കെ എന്റേതാ. ഇതുണ്ട്, ഇത് ഡാഡി മേടിച്ചെന്നതാ. ഇത് മമ്മി മേടിച്ചെന്നതാ. അതും മമ്മി മേടിച്ചെന്നതാ. അതെയോ? മോളുടെ മമ്മി എവിടെ? ആന്റി കണ്ടില്ലല്ലോ. ആന്റി മമ്മിയെ കണ്ടിട്ടില്ല? അതാ എന്റെ മമ്മി. അനുവിന്റെ മമ്മി നന്നായിട്ട് പാട്ട് പാടും. ആന്റിക്ക് കേൾക്കണോ? മുത്തോലത്തിങ്കൾ തുമ്പീവാ താമരത്തേനും കൊണ്ടേവാ ചന്ദനം പൂക്കും മാറ്റോരം ചായുറങ്ങാമാലോലം ദൂരെ ആരോ തുല്ലും തൂവൽ കൂട്ടിൽ വാഴും പൂണാരപ്പൂമൊട്ടേ നീയും കൂടെ പാടാൻ വായോ ഇന്നെൻ നെഞ്ചിൽ ചായാൻ വായോ മുത്തോലത്തിങ്കൾ തുമ്പീവാ. ഡാഡി, അനു മമ്മിയുടെ പാട്ട് കേൾപ്പിച്ചെടുക്കായിരുന്നു. രഞ്ജിനി എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. സാറ് ഫ്രീ ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. വൈ നോട്ട്? നമുക്ക് അങ്ങോട്ടിരിക്കാം. മോള് മുത്തശ്ശി ഇവിടെ ഉണ്ട്, കാപ്പി എടുക്കാൻ പറയും. വരൂ. കൈമൾ സാർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അത് പ്രസിദ്ധീകരിച്ചേ പറ്റൂ എന്നൊരു ഓർഡറായിട്ടോ കമാൻഡായിട്ടോ എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഞാൻ കൈകടത്തുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നേടിയെടുക്കാൻ. അച്ഛന്റെ കാലം മുതൽക്കേ ഉള്ള ആളാ. കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമേ ഏത് കാര്യത്തിലും കൈമൾ സാർ എടുക്കൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാറ്റർ എങ്ങനെ പബ്ലിഷ് ചെയ്ത് കിട്ടും എന്നാവും രഞ്ജനി ചിന്തിക്കുന്നത്. യു ലീവ് ഇറ്റ് ടു മീ. താങ്ക് യു സർ. ഇത്രയും സീരിയസ് ആയൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് എനിക്ക് സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ഇറ്റ്സ് ഓക്കെ. ആന്റി കോഫി. താങ്ക് യു. മോളിഞ്ഞു വാ. ആന്റി പോട്ടെ മോളെ. നാളെയും വരില്ലേ? ആ പോട്ടെ അമ്മേ. വരട്ടെ സാർ. ടാറ്റാ. നല്ല കുട്ടി. ഉണ്ണികൃഷ്ണൻ ഇങ്ങ് വാ. എന്റെ കണ്ണീർ പൂക്കളെ ഇവിടെയുടെ 14-ാം അധ്യായം നീ എഴുതി കഴിഞ്ഞോ? ഇല്ല. എന്റെ പൊന്നുണ്ണികൃഷ്ണ, നീ അതൊന്ന് എഴുതി തീർത്താലല്ലേ എന്റെ അടുത്ത ഫ്യൂച്ചറായ പാവം പാവം പാമോയിൽ നിനക്ക് എഴുതി തുടങ്ങാൻ പറ്റൂ. എനിക്കിന്നൊരു മൂടില്ല. അല്ലെങ്കിൽ ഈ അടുത്തിടെ എനിക്ക് നോവലും ഫ്യൂച്ചേഴ്സും എഴുതി തരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ രഞ്ജിനി മേനോനെ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ എന്തൊരു ഉത്സാഹം. സത്യം പറ, എന്താ കുട്ടിയുമായിട്ട്? മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അടുപ്പം രഞ്ജനിക്ക് എന്നോടില്ലെങ്കിൽ നാളെ ഓഫീസിലുള്ളവർ എന്നെ കളിയാക്കും. വേണ്ട, ശരിയാവില്ല. ഉണ്ണികൃഷ്ണ, എന്താ ഒന്നും മിണ്ടാത്ത? സഹപ്രവർത്തകർ എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ആ സ്റ്റാൻഡിൽ പിടിച്ചോളാം തെളിവോടെ. പിടി കൂടുമ്പം ബബ്ബാന്ന് പറയരുത്. അയ്യോ, ചായപ്പൊടിക്ക് ഒരു ഉമിക്കരിയാണ് എടുത്തിട്ടത്. ഒന്ന് വേഗം ആകട്ടോ. ഇന്ന് കഴിച്ചേക്കുന്ന ചെമ്മീനാ മേടിക്കണം ചെയ്യുന്നേ. ഹലോ സാർ. ഇല്ല, ഞാൻ കണ്ടില്ല സാർ. ഇല്ല സാർ. ശരി സാർ, ഞാൻ അന്വേഷിക്കാം സാർ. ശരി സാർ. എടോ, ഇന്നത്തെ പത്രം ഇവിടെ. ഹലോ സർ, ഒരു കോൾ ഉണ്ട്. വൺ മിസ്റ്റർ കുര്യച്ചൻ. കുര്യച്ചനോ? യെസ് സർ. കണക്ട് ചെയ്യൂ. ഒന്നുമില്ല കൈമൾ സാറേ, പത്രത്തിൽ അടിച്ചു വരുന്നതൊക്കെ താനും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നൊന്ന് അറിയണമായിരുന്നു. പിന്നെ കുര്യച്ച, സത്യത്തിൽ ഞാൻ ആ മാറ്റർ വളരെയധികം ഒബ്ജക്ട് ചെയ്ത. ഞാൻ കാഷ്വലി എടുത്ത ദിവസം നോക്കി ആ പെണ്ണ് മാനേജിംഗ് ഡയറക്ടർ അടുത്തുനിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചു വന്നു. രാവിലെ പത്രം നോക്കിയപ്പോഴാ ഞാനും വിവരം അറിയുന്നു. അപ്പൊ താൻ ലീവാണെങ്കിൽ അവിടെ എന്ത് തോന്നിയാസവും നടക്കുമെന്നാണോ? ആ മാറ്റർ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധപ്പെടുത്താന്ന് പറഞ്ഞ് ഒരു തിരുത്തൽ കൊടുത്താലോ? വേണ്ട, താൻ ഇനി തിരുത്തി കുളവാക്കണ്ട. മിനിറ്റ്സ് എന്നെ വിളിച്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ശർമാജി സ്ഥലത്തില്ലാത്തത് തന്റെ നല്ല കാലം. ഇനി ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ശർമാജിയെ തനിക്ക് നന്നായിട്ട് അറിയാലോ. വേണ്ട. എടോ, ഓരോ ആവശ്യം പറഞ്ഞ് രൂപ എണ്ണി വാങ്ങിച്ചതിന്റെ നന്ദിയെങ്കിലും തനിക്ക് കാണിക്കാമായിരുന്നു. എന്റെ സ്ഥിതി എന്താ കുര്യച്ച മനസ്സിലാക്കാത്തത്? അതല്ല കുര്യച്ച, ഞാനൊന്ന് പറയട്ടെ. ഹലോ ഹലോ, വച്ചു കളഞ്ഞു. നമസ്കാരം.
ആ രഞ്ജിനി മേനോട് കൂടെ വരാൻ പറയൂ. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നവനെ വെടിവെച്ച് കൊല്ലണം. ഗുഡ് മോർണിംഗ് സർ. സോറി, വെരി ബാഡ് മോർണിംഗ് ആണ്. ഈ ഓവർ സ്മാർട്ടാകാൻ ശ്രമിക്കരുത്. സർ, ഞാൻ റിജക്ട് ചെയ്ത മാറ്റർ ഇതേ പത്രത്തിൽ തന്നെ അടിച്ചു വരണമെന്ന് നിങ്ങൾക്ക് എന്താ അത്ര വാശി? അയ്യോ സർ, സത്യമായിട്ട് ഞാൻ എന്തിനായി കള്ളക്കളി? ഞാൻ വെറും വിഡ്ഢിയാണെന്ന് ധരിക്കരുത്. സബ് എഡിറ്റേഴ്സുമായി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അത് ഇവിടെ നടക്കില്ല. സർ, ഞാൻ നോ മോർ എക്സ്പ്ലനേഷൻസ്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. യു ക്യാൻ ഗോ. ഇതിനൊക്കെ ഇങ്ങനെ മൂഡൌട്ടാകാൻ തുടങ്ങിയ പിന്നെ അതിനെ സമയം കാണും. ഇനി കൂടിപ്പോയാൽ 1 കൊല്ലം. അത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫിനെയും ബാധിക്കുന്ന രോഗം കൈമൾ സാറിനെയും പിടികൂടും. മനസ്സിലായില്ലേ? റിട്ടയർമെന്റ്. ഇത് മൂപ്പരുടെ സ്ഥിര ഏർപ്പാടാ. പുതിയതായി ജോയിൻ ചെയ്യുന്നവരുടെ ഉത്സാഹമൊക്കെ മുളയിലെ നുള്ളിക്കളഞ്ഞ് അവരെ പുള്ളിയുടെ കയ്യിലെ പാവകളാക്കാൻ ശ്രമിക്കും. ഇതിലൊന്നും നമ്മൾ കുലുങ്ങാനേ പാടില്ല. അനിയോ ഉണ്ണികൃഷ്ണ ഒന്നെങ്കി വന്നേ. നീ എന്നു മുതലാ പെന്തക്കോസ്തായത്? ആശ്വാസവചനങ്ങൾ, ഉപദേശങ്ങൾ, എന്നെ എത്രയോ പ്രാവശ്യം കൈമൾ സാറിട്ട് ചാടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ നല്ലവനായ സമരക്കാരനെ ഞാൻ കണ്ടില്ലല്ലോ. അത് രഞ്ജിനി ഒരു പുതിയ ഹാൻഡ് ആയതുകൊണ്ട്. ഹാൻഡോ ഹെഡോ അതൊന്നും എനിക്കറിയണ്ട. ഈ സൈലന്റ് ക്യാറ്റ് മിൽക്ക് ഡ്രിങ്ക് ചെയ്യുന്നത് മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്ന് ധരിക്കരുത്. നമ്മളും ഈ ലാൻഡിലൊക്കെ തന്നെ കഴിയുന്നത്. കിഴക്കിടം വിചാരിക്കുന്ന പോലെ. വേണ്ട വേണ്ട വേണ്ട. രാത്രി 2 എണ്ണം വിട്ടിട്ട് ഫ്രീ മൈൻഡ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറയുന്നു രഞ്ജിനി, രഞ്ജിനിയെ കൈമൾ സാറ് ശാസിച്ചതല്ലേ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാണ് ഉണ്ണികൃഷ്ണൻ. ആശ്വസിപ്പിച്ചേക്കൂ. അയ്യോ സാർ ഇത്രയും നെർവസ് ആണെന്ന്. മോളെ ഉറങ്ങുമോളെ. എന്നെ ഡാഡി ഉറക്കണം. ഡാഡിക്ക് ഒരുപാട് ജോലി ഉള്ളോണ്ടല്ലേ. അനുവിന് ഉറങ്ങണമെന്ന് ഡാഡിക്ക് അറിയില്ലേ? എന്നെ ഡാഡി ഉറക്കാൻ മതി. മോളെ എന്തിനാ മോളെ നിർത്തിയത്? അനുവിന് ഉറങ്ങണം. മോള് പോയി കിടന്നോ. ഡാഡി തീർത്തിട്ട് ഇപ്പൊ വരാം. വേണ്ട, ഡാഡി വരണം. ഡാഡി വന്നാലേ അനു ഉറങ്ങൂ. നല്ല കുട്ടികൾ വാശി പിടിക്കാൻ പാടില്ല. വാ. അഞ്ചേകാലിന്റെ ബസ് മിസ് ചെയ്തു. ഞാൻ എത്തിയതും കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തതും ഒരുമിച്ചായിരുന്നു. ഒരു പ്രധാന കാര്യം എനിക്ക് രഞ്ജിനിയോട് പറയാനുണ്ടായിരുന്നു. ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? അത് അല്ല, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പോഴേക്കും ബസ് എത്തുകയും ചെയ്യും. എന്താ? വരൂ. 1ാം ക്ലാസ് മുതൽ MA വരെ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും കോളേജിലും ഒക്കെയാണ് പഠിച്ചത്. പെൺകുട്ടികളും കൂടെയുള്ള കോളേജുകളിൽ പഠിച്ചിരുന്നെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായേനെ. ആദ്യമായി 2 വാക്ക് പേഴ്സണലായി സംസാരിക്കാൻ അവസരം കിട്ടുന്നത് രഞ്ജിനിയോടാണ്. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. ഇപ്പോ രഞ്ജിനിയോട് തന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ ഭയമാണ്. ഞാൻ രഞ്ജിനിയെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണോ രഞ്ജിനി എന്നെ കാണുന്നതെന്ന സംശയം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ എക്സ്റേ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ളവരുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള യന്ത്രം ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ത് സൗകര്യമായി. എന്നോട് സാറിന് എന്ത് കാര്യങ്ങളും സംസാരിക്കാം.
പേടിക്കണ്ട, ഞാൻ സാറിന് തെറ്റിദ്ധരിക്കില്ല. സർ, സ്വപ്നം കാണാണോ? പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആലോചന. അതല്ല, ആ പ്രസ് ക്ലബിന്റെ ഫീച്ചർ മത്സരത്തിന് ഇത്തവണ രഞ്ജിനിയുടെ എൻട്രി കൂടെ ഉണ്ടാവണം. യു ഹാവ് ഗോട്ട് എ ഗുഡ് ചാൻസ്. നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഹായ് അനുക്കുട്ടി. മോള് കയറിക്കോ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ടമ്മേ, ഞാൻ ബസ്സില് വരും. ഓക്കെ, വരാം. മുത്തോലത്തിങ്കൾ തുമ്പീവാ താമരത്തേനും കൊണ്ടേ ചന്ദനം തൂക്കും മാറ്റോരം ചായുറങ്ങാമാലോലം ദൂരെ ആരോ തുന്നും തൂവൽ കൂട്ടിൽ വാഴും പൂണാരപ്പൂമൊട്ടെ നീയും കൂടെ പാടാൻ വായോ, ഇന്നിൻ നെഞ്ചിൽ ചായാൻ വായോ. മുത്തോലത്തിങ്കൾ തുമ്പീവാ താമരത്തേനും കൊണ്ടേവാ. തിങ്കൾ തുമ്പീവാ താമരത്തേനും കൊണ്ടേവാ ചന്ദനം പൂക്കും മാറ്റോരം ചായുറങ്ങാമാലോലം ദൂരെ ആരോ തുന്നും തൂവൽ കൂട്ടിൽ വാഴും പൂണാരപ്പൂമൊട്ടെ നീയും കൂടെ പാടാൻ വായോ, ഇന്നിൻ നെഞ്ചിൽ ചായാൻ വായോ. മുത്തോലത്തിങ്കൾ തുമ്പീവാ താമരത്തേനും കൊണ്ടേവാ. കുനുമണിച്ചെപ്പിൽ കരുതുമീ കുളിരിളം കനവുകൾ ഇനി മുതലൊന്നായി പിരിയുമോ നിറമാർന്ന വേളയിൽ. കുനുമണിച്ചെപ്പിൽ കരുതുമീ കുളിരിളം കനവുകൾ ഇനി മുതലൊന്നായി പിരിയുമോ നിറമാർന്ന വേളയിൽ. ദൂരെ ആരോ മൂളും ചിന്തായി കേൾക്കൂ ഈ
തേനും കൊണ്ടേവാ ദൂരെ ആരോ തുന്നും തൂവൽ കൂട്ടിൽ വാഴും പൂനാരപ്പൂമൊട്ടേ ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. കിഴക്കേട സാറില്ലേ? ഉണ്ട്, കുളിക്കാണ്. പെയിന്റിംഗ് എക്സിബിഷൻ കവർ ചെയ്യാൻ സാറുകൂടി വരാന്ന് പറഞ്ഞിരുന്നു. അതെയോ? മൂപ്പരിപ്പോ വരും. അല്ല, സാറെന്താ എത്ര തിടുക്കത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഓരോന്നിങ്ങനെ. ഞാൻ നോക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ജനുവരിയിലെ ജമന്തി ബൈ RJ കിഴക്കേടം, അധ്യായം 6. അപ്പോ ഓഫീസിലുള്ളവർ പറയുന്നത് സത്യമാണല്ലേ? എന്ത്? കിഴക്കേടൻ സാറിന് വേണ്ടി എല്ലാം എഴുതി കൊടുക്കുന്നത് സാറാണെന്ന്. അങ്ങനെയൊന്നുമില്ല, ഇത് ഞാൻ കോപ്പി എടുത്തോണ്ടിരുന്നതാ. സമ്മതിച്ചു, വിശ്വസിക്കാവുന്ന സുഹൃത്ത് തന്നെ. ഉണ്ണികൃഷ്ണ, നീയാണോ വെളിച്ചെണ്ണ കുപ്പി എടുത്ത് തലണക്കിരി വെച്ചത്? വരുന്നുണ്ട്, ഇതൊന്നും അറിഞ്ഞ മട്ട് കാണിക്കരുത്, മൂപ്പർക്ക് വലിയ ക്ഷീണ. ഉണ്ണി, ആഹാ, അയ്യോ, വന്നിട്ട് അധിക സമയമായോ? ഇല്ല. ഉണ്ണി, പോയി 2 ചായ ഇട്ടുണ്ടോ? അയ്യോ വേണ്ട സാർ. അത് പറ്റില്ല, കുടിച്ചേ പറ്റൂ. ഉണ്ണി കമൺ ക്യുക്ക്, ഇവൻ നല്ല കുക്കാ. ഉണ്ണി, ചായപ്പൊടിക്ക് വരെ ഉമിക്കരി എടുത്തിട്ടുകളല്ലേ? കുട്ടി പേടിക്കണ്ട, ഒരിക്കലേ ഇവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി. അല്ല, സാറിന്റെ ലേറ്റസ്റ്റ് നോവൽ ഏതാ? ഇപ്പൊ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരിയിലെ ജമന്തിയും മലയാളം വരികയിൽ. കഴിഞ്ഞ ലക്കം വരെ ഞാൻ വായിച്ചു. ആണാ? ഇനി കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാ സാർ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ണിയുടെ മനസ്സിൽ തോന്നുന്ന പോലെ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് രഞ്ജിനി ഉദ്ദേശിക്കുന്നത്. അതില് സുധാകരൻ ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ. സിമ്പതിക്ക് വേണ്ടി കൊടുത്തില്ല. കൂട്ടുകാരന് വേണ്ടി കൂലിക്ക് നോവലുകളും ഫീച്ചറുകളും എഴുതി കൊടുക്കുന്നു എന്നാക്കിയാലോ? എടാ ഉണ്ണികൃഷ്ണ, നീ എന്നെ ഒറ്റ കൊടുത്തല്ലടാ, പരമദുഷ്ട. നീ അപ്പനിട്ട് തന്നെ അച്ചു നിരത്തിയോടാ, മഹാപാവി. സാറെന്താ ആലോചിക്കുന്നത്? സാർ കറക്റ്റ്, രഞ്ജിനി പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റും ആവാം. സജഷൻ കൊള്ളാം, താങ്ക്സ്. ഉണ്ണി, കഴിഞ്ഞകാല മന്ത്രിസഭ പ്രശംസ പിടിച്ചുപറ്റിയ കർമ്മ പദ്ധതികളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു മറൈൻ ഡ്രൈവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ആർട്ട് ഗാലറി. ഇപ്പോൾ നിർദ്ദിഷ്ട പ്രദേശത്ത് ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ പ്രത്യേക താൽപര്യത്താൽ ഒരു കെമിക്കൽ ഫാക്ടറി സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്രസ്തുത ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചാൽ ഉണ്ടായേക്കാവുന്ന മാരകമായ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇതിനു മുൻപ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഭരണാധികാരികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും കണ്ണടച്ചിരുട്ടാക്കൽ നയം സ്വീകരിച്ചിരിക്കുകയാണ്. SS ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും വ്യവസായ പ്രമുഖനുമായ ശ്രീ അനന്തരാമ ശർമ്മയുടെ പ്രീതി സമ്പാദിക്കുവാൻ ഭരണാധികാരികൾ നടത്തുന്ന ഈ വഞ്ചനയ്ക്ക് ബലിയാടാവാൻ പോകുന്നത് നിസ്സഹായരായ കുറെ മനുഷ്യരാണ്. സാധാരണക്കാരന്റെ സുരക്ഷിതത്വമാണോ, അല്ല അനന്തരാമ ശർമ്മ എന്ന കുത്തക വ്യവസായിയുടെ നിലനിൽപ്പാണോ ഭരണയന്ത്രം തിരിക്കുന്നവരുടെ ലക്ഷ്യം? ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാത്മ്യം സമോഘ്രം സർവഭാവഭ്രം ഭാസ്കരം ഫലമമ്യാ. ഓം സൂര്യായ നമഃ. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം അണിക്യവീണാമലാളയന്തി മദാലസാ മഞ്ജുളവത്തുലാസ മഹേന്ദ്ര നീലദ്യുതികോമലാംഗി. സാർ, അത് വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. എന്റെ അനിയനാണെന്നുള്ള ഒരു പരിഗണനയും അവനോട് കാണിക്കണ്ട. അവന്റെ കാല് രണ്ടും തല്ലിയൊടിച്ചേക്ക്. ചെയ്തതാരാണെന്ന് അറിയാൻ പാടില്ലെന്ന് മാത്രം. എന്നിട്ട് വിവരം എന്നെ അറിയിക്കണം. എന്തിനാ? എന്റെ അനുശോചനം അറിയിക്കാൻ. സാർ, ഇന്നത്തെ പത്രം ഇതിൽ നമുക്ക് കുഴപ്പമുള്ള റിപ്പോർട്ടുണ്ട്.
സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. കുര്യച്ച, ശർമാജി എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. 10 മണിക്ക് മിനിസ്റ്റർ ഇവിടെ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കുര്യച്ച, വിളിക്കുന്നു. ആദ്യത്തെ 5-6 ദിവസത്തെ മാറ്റേഴ്സിൽ ശർമാജിയുടെ പങ്കിനെ കുറിച്ച് ചെറിയൊരു സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തേതിൽ ശർമാജിയുടെയും മന്ത്രിയുടെയും കോൺടാക്ട്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വിശദ വിവരങ്ങൾ തുടർന്നുള്ള ഇഷ്യൂസിൽ വായിക്കാമെന്നൊരു വാഗ്ദാനവും. ഒരാഴ്ചത്തേക്ക് ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും എല്ലാം തകരാറിലായി അല്ലേ കുര്യച്ച? ഈ ലേഖന പരമ്പര നിർത്തിവെക്കണമെന്ന് എഡിറ്റർ കൈമളോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ MD ഇടപെട്ട കേസായതുകൊണ്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നത് ആ റാവുത്തറും കൂട്ടറും നമുക്കെതിരെ കളിക്കുന്ന കളിയാണോ ഇതെന്നാ. ആരായി രഞ്ജിനി മേനോൻ? ഡോക്ടേഴ്സ് കണ്ണു മാറി ഓപ്പറേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത കുട്ടിയൊന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എത്രയായി? 20 രൂപ. പോവാം. വണ്ടിയിലോട്ട് കയറാൻ. നിന്നെ ശർമാജി കാണണോന്ന് പറഞ്ഞു. കേറാൻ.
രാത്രിയിൽ ഒറ്റയ്ക്കുള്ള യാത്ര കഴിയുന്ന ഒഴിവാക്കാൻ പറയണം. പറഞ്ഞാ കേക്കണ്ടേ? വെറും ഒരു തൊട്ടാവാടി പെണ്ണായിരുന്നു. ഡൽഹിയിൽ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ ആളാകെ മാറി. ഒരു പെൺകുട്ടിക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തികളുടെ ശക്തി കൂടി നമ്മൾ എപ്പോഴും കണക്കിലെടുക്കണം. കുറ്റവാളികൾ എന്ന് രഞ്ജിനിക്ക് സംശയം തോന്നിയ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു കൊലപാതകമൊക്കെ ആക്സിഡന്റൽ ഡെത്താക്കി മാറ്റാൻ അവർക്ക് വളരെ ഈസിയാ. എന്തുകൊണ്ടും നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാ. ഓക്കെ ദെൻ, ബൈ. താങ്ക് യു. വെൽക്കം. ആ, ഏതായാലും പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടാതെ വളരെ കൂളായിട്ട് അവരെ ഫേസ് ചെയ്ത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അല്ല, രഞ്ജിനി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഓഫീസിലേക്കോ? 2 ദിവസം റെസ്റ്റ് എടുത്തൂടെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല സർ. ഫിസിക്കൽ സ്ട്രെയിന്റെ കാര്യം പോട്ടെ, ഒരു മെന്റൽ ഷോക്ക് കൂടി ആയിരുന്നില്ലേ അത്? അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്തു സർ. ഈ സംഭവം എന്റെ കോൺഫിഡൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ. വെരി ഗുഡ്. രഞ്ജിനിയുടെ ഈ ആറ്റിറ്റ്യൂഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സോർഡ് എന്നല്ലേ പറയാ. ബട്ട് വൺ തിങ്, യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സാറായിരുന്നോ? എന്താ ഇവിടെ തന്നെ നിന്നുള്ളത്? വരണം, നമുക്ക് അതോട്ടിരിക്കാൻ. വേണ്ട, ഇനി ഒരിക്കലാകും. എന്നാ പിന്നെ രഞ്ജിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോളൂ. അത് നന്നായി. ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാ അപ്പൊ ഇവള് പറയാ എസ്കോർട്ടോട് കൂടി യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതി വിശേഷവും ഇവിടെ സംജാതമായിട്ടില്ലെന്ന്. ഈ ഗട്സ് ഒക്കെ നല്ല തന്നെ, പക്ഷെ നമ്മൾ അല്പം കൂടി സൂക്ഷിച്ചിരിക്കണം. സാറും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹേയ്, ഉപദേശിച്ച് മോൾഡ് ചെയ്യാൻ പറ്റിയൊരു സ്വഭാവമല്ല രഞ്ജിനിയുടേത്, അല്ലേ? 100% കറക്റ്റാ. അഭിപ്രായം പലരുടെയും കേൾക്കും, പക്ഷെ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം ഇവളുടേതായിരിക്കും. സ്വതന്ത്ര പത്രപ്രവർത്തനത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് കുമാരി രഞ്ജിനിയുടെ നേർക്കുണ്ടായത്. ഇത്രയ്ക്ക് നിന്ദ്യവും നീചവും ജുഗുപ്സാവഹവുമായ നടപടിക്കെതിരെ നാം പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും തുടരെ ചളുക്ക് കിട്ടി നീതി വീഴുമെന്ന് ഞാൻ ഇതിനാൽ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുകയാണ്. ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് ഗതികെട്ട് മേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഇനി ആലോചിക്കാൻ. പത്രപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നൊരു പ്രമേയം പാസാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കാം. പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു പ്രശ്നം കൂടി ആയിക്കോട്ടെ. പിന്നെ ഏതായാലും ഈ സംഭവത്തിലുള്ള നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താനായി ജേർണലിസ്റ്റുകളുടെ ഒരു ധർണ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്ത് ധാരണ? ധാരണയല്ല, ധർണ. ഓ, അത് ശരി. ഒരു സൂചനാ സമരമെങ്കിലും നടത്തിയേ പറ്റൂ. കറക്റ്റ്. അതിനുവേണ്ടി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, തൽക്കാലം അത് മതി. എന്തായാലും പേന കൊണ്ടുള്ള യുദ്ധം നമ്മൾ നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ശക്തിയായി തുടരുകയും ചെയ്യും. ഓക്കെ, കാണാം. എന്താ, സുഖമാണോ? വീണ്ടും എനിക്കെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ചെറുപ്പത്തിന്റെ തിളപ്പ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അയ്യേ, വേണ്ട വേണ്ട വേണ്ട, പാവം പയ്യനല്ലേ. വിവരക്കേട് എന്തെങ്കിലും കാണിച്ചാലും നമ്മളെ ലക്ഷമിക്കേണ്ടത്. സാറേ, ലക്ഷമിച്ചുകളാ. സാറ് പോയാട്ടെ. ആ, അതെ, രഞ്ജിനിക്ക് പോകാൻ ധൃതിയുണ്ടോ? എന്താ? അല്ല, ഒരു കാപ്പ് കുടിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒരുമിച്ചേ. എങ്ങനെ ഒന്ന് തുടങ്ങുക? വേണ്ട, അത് ശരിയാവില്ല. സാർ, മെനു. സാർ, ഓർഡർ പ്ലീസ്. രഞ്ജിനി ഓർഡർ ചെയ്യൂ. എനിക്കൊരു കോഫി മാത്രം മതി. 2 കോഫി. ശരി സാർ.
താങ്ക് യു സർ. പിന്നെ കാപ്പ് കുടിക്കാൻ ഞാൻ രഞ്ജിനെ ക്ഷണിച്ചത് കാപ്പ് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് രഞ്ജിനി കരുതുന്നുണ്ടാവും. എന്താ അങ്ങനെയല്ലേ? അല്ല, സത്യത്തിൽ രഞ്ജിനിയോട് അല്പം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ എനിക്ക് പറയാനുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്നാൽ അതൊരു ചെറുകഥയായിട്ടോ ആർട്ടിക്കിളായിട്ടോ നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും ഒരു പരിധി വെക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ പരിധിക്കുള്ളിൽ വരുമോ എന്ന് പറയേണ്ടത് രഞ്ജിനിയാണ്. ഇത്രയും വളച്ചേട്ടിന്റെ ആവശ്യമുണ്ടോ സാർ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ്. ഞാൻ രഞ്ജിനി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. രഞ്ജിനിക്ക് എന്നെ... വെരി സോറി സാർ. ഞാൻ അടുത്തിടപഴകിയിട്ടുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് സാറിനെ കണ്ടിരുന്നത്. പക്ഷെ സാറും ഒരു കൊളീഗ് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറിയാൽ, അല്പ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചാൽ ഏത് പുരുഷനും അതിനൊരു വേർഷൻ മാത്രമേ കാണാൻ ശ്രമിക്കൂ. നല്ലൊരു സഹപ്രവർത്തകൻ, ഒരു നല്ല സുഹൃത്ത്, ഇതൊക്കെ മാത്രമേ ഞാൻ സാറിൽ കണ്ടിട്ടുള്ളൂ. തെറ്റ് എന്റേതാണ്. നമ്മുടെ ബന്ധത്തിൽ ആദ്യമേ ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. അല്ല, ഞാനാണ് തെറ്റുകാരൻ. ഐ എം സോറി, വെരി സോറി, റിയലി സോറി. ആരെ കണിയുണ്ട് ഇറങ്ങിയിരിക്കണേ? മാറിയിടേ. എന്താ ഇത്? വാ, നടുറോട്ടിൽ സ്വപ്നം കാണാണോ? ഓഫീസിലെ ഓരോ കാര്യങ്ങൾ ഓർത്തേ. അതാ. ഹലോ, അതെ, കേൾക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കൺസൈൻമെന്റ് ഡ്രാഫ്റ്റ് അയക്കാത്ത എന്താ? അത് ഉടനെ അയക്കണം, എന്നാലേ അടുത്ത ലോഡ് പുറപ്പെടൂ. നിങ്ങൾ ഡ്രാഫ്റ്റ് അയക്കേ. കാണിക്കുന്നത് വോളിയം കുറയ്ക്കാൻ. ഹലോ, അടുത്ത ആഴ്ച ഞാൻ ഡൽഹിക്ക് വരുന്നുണ്ട്, അപ്പൊ അതുവഴി വരാം. വോളിയം കുറയ്ക്കാൻ. ഹലോ, ഞാൻ ഒരാഴ്ച ഉണ്ടാവും. പിന്നെ കേൾക്കാത്തത് ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. ബഹളം ഒരക്ഷരം പറഞ്ഞ അനുസരിക്കില്ല. വലുതാവുന്നതും വാശി കൂടി വരിക. എന്തിനാ മോളെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കുന്നത്? എപ്പോഴും അനുമോൾ ഒറ്റയ്ക്ക, ആർക്കും അനുമോൾ വേണ്ട. ആര് പറഞ്ഞു അനുമോൾ ഒറ്റയ്ക്കാന്ന്? മുത്തശ്ശി ഇന്നലെ പറഞ്ഞില്ലേ ഒരു കഥ, അതിന്റെ ബാക്കി പറഞ്ഞുതരാം. വാ. ഇത് ഒന്ന് ഉറങ്ങ മോളെ, വല്ലാത്തൊരു വാശി തന്നെ. അത് പിന്നെ അങ്ങനല്ലേ വരൂ, അച്ഛൻ്റെ അല്ലേ മോള്. എന്നാ എന്റെ മോളെ ഞാൻ ഉറക്കിക്കോളാം. മോള് വാ. പുന്നരിച്ച് വഷളാക്കിയോ. അവസാനം അച്ഛൻ പറഞ്ഞ തന്നെ അനുസരിക്കാതെയാ മോള്. അത് ഞങ്ങൾ സഹിച്ചോളാം അല്ലേ മോളെ? മോള് ഉറങ്ങിക്കോട്ടാ. വാ. ഓ അയ്യേ, എന്റെ മേലൊക്കെ വൃത്തികേടാക്കി. പിടിച്ചേ, പിടിക്ക്. ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? മോളുറങ്ങിയോ? അവള് പറഞ്ഞത് നീ കേട്ടല്ലോ. മുമ്പത്തെ പോലെ അവളുടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്നൊരു തോന്നൽ. പ്രായവും കൂടി വരിക. മനുഷ്യന്റെ കാര്യല്ലേ, എപ്പോഴാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞു വരുന്നത്? അമ്മയുടെ വാത്സല്യം എന്താന്ന് അറിയാതെ വളരുന്ന കുട്ടിയാ. അവള് വേദനിക്കാൻ ഇടവരരുതെന്നുള്ള പ്രാർത്ഥനയെ എനിക്കുള്ളൂ. കുറച്ചു ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുക. എന്റെ ഒരു ആഗ്രഹം അനുമോക്കും ഇഷ്ട. രഞ്ജിനിയെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എല്ലാം കൊണ്ടും നിനക്കിണങ്ങുന്ന കുട്ടിയാ അവളെന്ന്. അമ്മ എന്താ ഈ പറയുന്നത്? അനുമോളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോ അങ്ങനെ ഒരു ബന്ധം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല അമ്മ, അതിനി വീണ്ടും ഒരു... നീ ഒന്നും പറയണ്ട.
സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ ഞാൻ തന്നെ അവളോട് എല്ലാം സൂചിപ്പിച്ചോളാം. തയ്യാറാക്കുന്ന ഫീച്ചറുകളോ റിപ്പോർട്ടുകളോ വല്ലപ്പോഴും ഒക്കെ വിവാദം ക്ഷണിച്ചു വരുത്തുന്ന എനിക്ക് മനസ്സിലാക്കാം. രഞ്ജിനിയുടെ കാര്യം അതല്ല, കോൺട്രവേഴ്സി ഉള്ള വിഷയങ്ങൾ മാത്രമേ തപ്പിപ്പിടിക്കൂ എന്ന വാശിയുള്ളത് പോലെയുണ്ട്. ഓർഡിനറി റിപ്പോർട്ടിംഗ് കൊണ്ട് പത്രത്തിന്റെ സ്ഥലം മെനക്കെടുത്താന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. പിന്നെ കുടുംബവും പ്രാരാബ്ദമൊന്നും ഇല്ലാതെ കഴിയുന്ന ഈ സമയത്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയൂ. അപ്പോ ഇത്തവണയും ഒച്ചപ്പാടുണ്ടാക്കാനുള്ള പുറപ്പാടാണല്ലേ? അതുപോട്ടെ, സ്പിരിറ്റ് കേസിന് ഇങ്ങനെ ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടെന്നുള്ളതിന് ക്ലൂ എവിടുന്നാ കിട്ടിയത്? എക്സൈസ് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളുടെ ശ്രീമതി എന്റെ ക്ലാസ്മേറ്റാ. കാര്യത്തിന്റെ ഗൗരവം അറിയാതെ കുറെ വിവരങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞു. സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ ഒരു വെർഷൻ ഓൾറെഡി എല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഫീച്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫീച്ചർ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ആരായി രഞ്ജിനി മേനോൻ എന്ന് സ്പിരിറ്റ് മാഫിയ അന്വേഷിച്ച് തുടങ്ങണം. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ വൻ തോക്കുകളുടെ ഹിറ്റ് ലിസ്റ്റില് പേരുണ്ട്. അത്രേ എനിക്ക് എന്തൂസിയാസം കൂടുകയുള്ളൂ. അതുപോട്ടെ, സാറിന് ഈ കാര്യത്തിൽ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നാ എനിക്കറിയേണ്ടത്. അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ മോറൽ സപ്പോർട്ടും രഞ്ജിനിക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴാ ഓർത്തത്, സ്പിരിറ്റ് കേസിൽ കൂടുതൽ ഇൻഫർമേഷൻ തരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. സസ്പെൻഷനിൽ കഴിയുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ജയചന്ദ്രൻ. സ്പിരിറ്റ് ലോബിയുമായിട്ട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അയാൾ. പല കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ്സും മിസ്റ്റർ ജയചന്ദ്രൻ പത്രങ്ങൾക്ക് തന്നിരുന്നതാണ്. പക്ഷെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുപോലെ ഇടപെട്ട് അതൊക്കെ ഫ്രീസ് ചെയ്യിച്ചു കളഞ്ഞു. മിസ്റ്റർ ജയചന്ദ്രന് രഞ്ജിനിയെ ഈ കേസിൽ വളരെയധികം സഹായിക്കാൻ പറ്റും. എക്സ്ക്യൂസ് മീ, ജയചന്ദ്രൻ സാർ ഉണ്ടോ? ആരാ? ഐ എം രഞ്ജിനി മേനോൻ. 1 മിനിറ്റ്. സാർ, ഒരു രഞ്ജിനി മേനോൻ കാണാൻ വന്നിരിക്കുന്നു. ശരി സാർ, അകത്തേക്കെല്ലാം പറഞ്ഞു. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജയചന്ദ്രൻ സാർ അകത്തുണ്ട്. എക്സ്ക്യൂസ് മീ, ജയചന്ദ്രൻ IPS. യെസ്, പക്ഷേ ഇപ്പൊ ബ്രാക്കറ്റിൽ 2 ഇംഗ്ലീഷ് വാക്ക് കൂടി ചേർക്കേണ്ടി വരും. അണ്ടർ സസ്പെൻഷൻ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഫോർ എ ടൈം പാസ്. ആക്ച്വലി ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. സാറാണ് അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് ഞാൻ എന്റെ ബയോഡേറ്റ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ലോ അത്. പിന്നെ എന്തൊക്കെയുണ്ട്? ഞാൻ സാറിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വന്നിരിക്കുന്നത്. എൽദോ, യു കണ്ടിന്യൂ പ്ലീസ്. താങ്ക് യു. യെസ്, പറയൂ. സ്പിരിറ്റ് മാഫിയയെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എനിക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് സാറിന്റെ കൈവശമുണ്ട്. സ്പിരിറ്റ് കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിടയിൽ സസ്പെൻഷനിലായ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ കഴിയും. വായനക്കാർക്ക് എരിവും പുളിയും ഹരമൊക്കെ ഉള്ളൊരു ടോപ്പിക്കാണത്. ബട്ട് യു നോ, സ്പിരിറ്റ് ഈസ് ഹൈലി ഇൻഫ്ലാമബിൾ. ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും കൂട്ടുപിടിച്ച് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം സ്പിരിറ്റ് രാജാക്കന്മാരുടെ ഇടയിലേക്കാണ് രഞ്ജിനി ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഇതിൽ എന്തുമാത്രം റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് രഞ്ജിനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാറ്ററിന്റെ സീരിയസ്നെസ് മുഴുവൻ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ അപ്രീഷിയേറ്റ് യുവർ കറേജ്. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്തു തരേണ്ടത്? അത് ആദ്യം നമുക്ക് സാറിന്റെ സസ്പെൻഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ? എന്താ രാഘവന്നാരെ? ഒന്നുമില്ല സാർ, ഈ ലോറികൾ. അതെ, നമ്മുടേത് തന്നെ. അല്ല, പെട്ടെന്നൊരു മെസ്സേജും ഇല്ലാതെ ഇങ്ങനെ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൂടെ എസ്കോർട്ടായിട്ട് വന്നത്. കുരച്ച അതും കൊടുത്തേക്ക്. ഇതേ സോഷ്യലിസത്തിന്റെ കാലമാ. എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കണം. ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. കാശ് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തരാം. സർക്കാരിന്റെ സ്റ്റാഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതാണ് ശർമാജിയുടെ പോളിസി. എന്നാ ലോറികൾ പോട്ടെ. നോക്കിയാ മാറണോട്ട്. ലോറി പോട്ടെ.
പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ ലോറികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു സാർ. ചെയ്യടോ. ചെക്ക് ചെയ്യാനൊന്നും ഇല്ല സാറേ, ഇത് നിറച്ചും സ്പിരിറ്റാ, അനധികൃത സ്പിരിറ്റ്. യു പ്ലീസ്. സാറ് പുതുതായിട്ട് ചാർജ് എടുത്തതായിരിക്കും, അതുകൊണ്ടാണ് എന്നെ പരിചയമില്ലാത്തത്. എന്റെ പേര് ശർമ്മ, സ്നേഹമുള്ള ഒരു ശർമാജി എന്ന് വിളിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മിഷൻ എന്താണെന്നും ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. നല്ല യങ് ബ്ലഡ് ആണ്. തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സോറി, യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ഓഫീസറെ കൊച്ചനെ എന്നൊക്കെ വിളിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണെന്ന് അറിയാം, പക്ഷേ രക്ഷയില്ല, ശീലിച്ചു പോയി. ഞാൻ പറഞ്ഞത് എത്ര വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ. പറഞ്ഞോ, നിനക്ക് 58 വയസ്സ് വരെ പോലീസ് സർവീസിൽ നിന്നാ കിട്ടുന്ന മൊത്തം ശമ്പളത്തിന്റെ ഇരട്ടിയും അതിന്റെ പലിശയും ഇപ്പൊ തന്നെ തന്നേക്കാം. എന്താ, നല്ലൊരു ബാർഗൈൻ അല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. വിഷമിക്കേണ്ടി വരും, വളരെ വിഷമിക്കേണ്ടി വരും. മിസ്റ്റർ ശർമ്മ, നിങ്ങളുടെ സ്പിരിറ്റ് ലോബിയെ കുറിച്ച് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ, പറയടോ. പറയാം. 25 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുള്ള നമ്മുടെ നാട്ടിൽ കേവലം 3 കോടി മാത്രമേ സപ്ലൈ ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നുള്ളൂ. ശേഷിക്കുന്ന 22 കോടി ലിറ്റർ കേരളത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് അവശത അനുഭവിക്കുന്ന നമ്മുടെ പാവം സർക്കാരിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായമല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. ഈ ഇട്ടിരിക്കുന്ന യൂണിഫോം പോലും ഞങ്ങളുടെ കാശ് കൊണ്ടാ സർക്കാർ വാങ്ങിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാറിനെ പോലുള്ളവരെ നിലനിർത്തുന്നത് തന്നെ ഞാനാ. അങ്ങനെയുള്ള എന്നെ മിസ്റ്റർ ജയചന്ദ്രൻ ദുഃഖിക്കേണ്ടി വരും. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് മിസ്റ്റർ ജയചന്ദ്രൻ. താങ്ക് യു സർ. എക്സൈസ് മിനിസ്റ്റർ ലൈന് കിട്ടിയില്ല, ഓഫീസിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഹലോ, യെസ് സർ. സർ സർ ഓക്കെ സർ. മിനിസ്റ്ററാണ്. ശർമ്മയെ കസ്റ്റഡിയിലെടുത്തേണ്ട ഡീറ്റെയിൽസ് പ്രസിന് കൊടുക്കണമെന്ന്. അദ്ദേഹവും പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. തന്റെ ഭാഗ്യം തെളിഞ്ഞിടൂ. ഒരു പ്രമോഷൻ ഉറപ്പാ. താങ്ക് യു സർ. ആ പിന്നെ മിനിസ്റ്റർക്ക് ആദ്യം ശർമ്മയെ നേരിട്ടൊന്ന് കാണണമെന്ന്. കമോൺ, ലെറ്റ് us മൂവ്. സർ, മിസ്റ്റർ ജയചന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ. മിടുക്കൻ. ഗട്ട്സ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ട പോലീസ് ഓഫീസർ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ലെറ്റ് us മൂവ് സർ. സമാന്തര സർക്കാരിന്റെ അധിപനെ ഒന്ന് കാണട്ടെ. ശർമ്മയുമായി ഉടക്കിയാൽ സർക്കാർ നിലംപതിക്കുമെന്നല്ലേ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചത്. ഇതാരാ? എന്റെ പേര് വാസുദേവ ശർമ്മ എന്നാ. ഞാൻ കോയമ്പത്തൂർ ചെറിയൊരു ബിസിനസ് നടത്തുന്ന ആളാ. ഞാൻ ഈ സാറിനോട് തൊഴുതു പറഞ്ഞതാ സാർ ഉദ്ദേശിക്കുന്ന ശർമ്മ അല്ല ഞാനെന്ന്. സാറ് മദ്യപിച്ച് ലക്കേട്ടൊരു അവസ്ഥയിലായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും സമ്മതിച്ചു തരാൻ തയ്യാറായില്ല സാർ. ഒരു സുപ്പീരിയർ ഓഫീസറെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ മടിച്ചിട്ടാണ് സാർ. ഇന്നലെ ജയചന്ദ്രൻ സാറ് സ്വഭാവത്തിലല്ലായിരുന്നു സാർ. ഇവരെല്ലാം കൂടി ചേർന്ന് ശർമ്മയെ. നോ, എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല. ഇനിയിപ്പോ പത്രക്കാരോട് ഞാൻ ഈ മിനിസ്റ്ററുടെ ഇമേജ്. സർ, മിസ്റ്റർ ജയചന്ദ്രന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു സർ. അമിത മദ്യപാനം എന്നത് ഒഴിച്ചാൽ ഈസ് എ വെരി സിൻസിയർ പോലീസ് ഓഫീസർ. നെഗ്ലിജൻസ്, കറപ്ഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ്. അവന്റെ സസ്പെൻഷൻ 1 കൊല്ലം വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. കഴിഞ്ഞ 6 മാസമായി ജയചന്ദ്രൻ മെന്റലി അബ്നോർമൽ ആണെന്നും ട്രീറ്റ്മെന്റിന് സ്ഥിരമായി തന്റെ അടുക്കൽ വരാറുണ്ടെന്നും മൊഴി തരാമെന്ന് ഡോക്ടർ കൃഷ്ണമോഹൻ എത്തുന്നുണ്ട് സർ. വെരി ഗുഡ്. ചുരുക്കത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ നല്ലൊരു ഓഫീസറെ പോലീസ് സർവീസിൽ നിന്ന് കളയും അല്ലേ? എന്താ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ശർമ്മയൊന്നും മിണ്ടാതിരിക്കുന്നത്? അല്ല, ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയായി അമേരിക്കയിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടേ. അതിന് അല്ല, ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ആകാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയോടൊന്ന് പറഞ്ഞ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തനിക്ക് എന്റെ പഴയ അണ്ടി കച്ചവടമാണ് നല്ലത്.
അതല്ല ഇവിടെ പ്രശ്നം. പിന്നെ സസ്പെൻഷനിലായെന്ന് കരുതി ജയചന്ദ്രൻ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശർമാജി താൻ കിടന്ന് പിടയ്ക്കാതോ. ഡിപ്പാർട്ട്മെന്റിലും ന്യൂസ് മീഡിയയിലും നമുക്ക് സ്വാധീനമുള്ളിടത്തോളം കാലം ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പിന്നെ നിയമസഭയിൽ ഈ വക പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ വായ ഞാൻ നോട്ടുകെട്ടുകൾ കൊണ്ട് തുന്നിക്കെട്ടിയിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ ഒഴുക്കുന്ന സ്പിരിറ്റിനേക്കാൾ കൂടുതൽ കാശും സ്വർണവും എല്ലാവരുടെയും പോക്കറ്റിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. നിങ്ങളുടെ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ എന്റെ പാരലൽ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ച. മനസ്സിലായല്ലോ? അനന്തരാമ ശർമ്മ എന്ന സ്പിരിറ്റ് മാഫിയ കിങ്ങിനെ അറസ്റ്റ് ചെയ്തതിന് എനിക്ക് കിട്ടിയ റിവാർഡ് സസ്പെൻഷൻ. പക്ഷേ ഇവിടെ ഭരണം നടത്തുന്ന അവിശുദ്ധ പൂജാരിമാരെയും അവർക്ക് പുണ്യാകം തെളിക്കുന്ന പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർമാരെയും എന്നെങ്കിലും ഒരു ദിവസം ഞാൻ എക്സ്പോസ് ചെയ്യും. സാറിന്റെ ഡിറ്റർമിനേഷൻ എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. സ്പിരിറ്റ് ലോബിയുമായുള്ള സാറിന്റെ യുദ്ധത്തിന്റെ കമന്ററി മാത്രം മതിയാവും എന്റെ ഫീച്ചറിന്റെ 50% നിറയാൻ. ചിത്രങ്ങളിലൊന്നും ഇതുവരെ വരാത്ത രീതിയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് സ്പിരിറ്റ് കേസിനുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് രഞ്ജിനിക്കാ. ബട്ട് ഇറ്റ് ഷുഡ് ബി വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കോടതി കയറി ഇറങ്ങാനും സമയം ഉണ്ടാവും. തന്നെയല്ല, ഒരു ലേഡി ജേർണലിസ്റ്റ് എന്ന നിലയിൽ രഞ്ജിനിക്ക് എത്രമാത്രം എവിഡൻസ് കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ഒരു ലേഡിക്ക് ലിമിറ്റേഷൻസ് ഉള്ളതുപോലെ പ്ലസ് പോയിന്റ്സ് ഉണ്ട് സർ. ഇപ്പോഴത്തെ പീരിയോഡിക്കൽസിലെ സ്കൂപ്പുകളും ഹോട്ട് ന്യൂസുകളും കൂടുതലും ഫ്ലാഷ് ചെയ്യുന്നത് വനിതാ റിപ്പോർട്ടേഴ്സ് ആണ്. ഗുഡ്. ഈ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ജയചന്ദ്രൻ സാറ് ഈ സ്പിരിറ്റ് മാഫിയയെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഓഹോ. ഒരു ഒഫീഷ്യൽ ട്രിപ്പ് നടത്താനുള്ള പെർമിഷൻ സാറ് തരണം. ഒരു 3-4 ദിവസത്തേക്ക്. പൊയ്ക്കോളൂ, പക്ഷേ ഒറ്റയ്ക്ക് വേണ്ട. ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കോളൂ. ലെറ്റ് ഇറ്റ് ബി എ കമ്പൈൻഡ് എഫർട്ട്. കിഴക്കേടൻ സാർ വരാൻ തയ്യാറായേക്കും. ഏയ് വേണ്ട വേണ്ട, അയാളൊന്നും കൊണ്ടുപോകണ്ട. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവില്ല. ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കോളൂ. ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. എന്താ? മതി സർ. ദെൻ ക്യാരി ഓൺ. താങ്ക് യു സർ. കൂടെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഫീച്ചർ നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ വരുത്താം എന്ന് രഞ്ജിനി പറഞ്ഞതിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. ഫീച്ചറിന്റെ ഐഡിയ രഞ്ജിനിയുടേതാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റും രഞ്ജിനിക്ക് തന്നെ കിട്ടണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മെറ്റീരിയലൈസ് ആയാലല്ലേ ക്രെഡിറ്റിന്റെ ഒക്കെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ബി ഓപ്റ്റിമിസ്റ്റിക്. എല്ലാം മംഗളമായിട്ട് നടക്കുന്നേ. ആ സമയമായി, ഞാൻ ഇറങ്ങട്ടെ. രാവിലെ റെഡിയായി നിന്നാ മതി. ഞാൻ ഇതുവഴി വരാം. ഓക്കെ, ശരി. ഹലോ സർ. മിടുക്ക മിടുക്ക. വാസസ്ഥലത്ത് വന്ന് കണ്ടാൽ തരുണിതൻ മനസ്സിൽ അനുരാഗമായിരിക്കും എന്നൊരു പ്രശസ്ത കവി എഴുതിയ വരികൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ എന്റെ കരയരുത് കാമിനി ഞാനൊരു കാപ്പിരി എന്ന കവിതാ സമാഹാരം വായിച്ചിട്ടില്ലെന്നർത്ഥം. അത് ശരി. കിഴക്കേടത്തിന്റെ ആത്മകഥ കവിതാ സമാഹാരമായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലേ? എനിക്ക് തിരിച്ചങ്ങോട്ട് വരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. അതൊക്കെ പോട്ടെ, നീ വാ. കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി? എന്തെന്നാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് രഞ്ജിനിയോട് സ്നേഹമാണെന്ന കാര്യം ആ കുട്ടി അറിയിച്ചോ? ഇല്ല. വേണ്ട, പതുക്കെ മതി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാങ്കോ ആമ്പിള്ളേർ അടിച്ചോണ്ട് പോവും. ഉണ്ണി, സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രം ഒന്നും പിന്നീടെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. വലിയ ദുരന്തങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി സോറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്ന് എത്ര എണ്ണം അടിച്ചു? സത്യം പറ. ചുമ്മാ അല്ല. മദ്യത്തിന്റെ പുറത്ത് പറയാനെന്ന് കരുതരുത്. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്റെ അനിയന് പറ്റരുത്. എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിലുള്ളത് നീ രഞ്ജിനോട് തുറന്ന് പറയണം. നീ പേടിക്കാണ്ടിരിക്കേ, എല്ലാം മംഗളമായിരിക്കും. ശുഭം.
ജയചന്ദ്രൻ സാറും പാലക്കാട്ടേക്ക് പോകാനിരുന്നതാ. സാറിന്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമുക്കാണ്. കാര്യങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. സോ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണല്ലേ ഉണ്ണികൃഷ്ണൻ? ഇത് നമുക്ക് മെമ്മറബിൾ ആക്കണ്ടേ? വീരപ്പന്റെ തലയ്ക്ക് 40 ലക്ഷം രൂപ. ഓ, ഇത്രയും വലിയ തലയോ? അവിടെ പോയി അവനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താലോ? ഉണ്ണികൃഷ്ണ, ആ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ രഞ്ജിനിയുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോ? ഗണപതി ക്ഷേത്രത്തിൽ ഞാൻ ഇന്നലെ നിന്റെ പേര് അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട്. എന്താ വലിയൊരു സസ്പെൻസ്? കാര്യം തുറന്നു പറയടോ. ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. സോറി എന്നുള്ളൊരു മറുപടി എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഈ മാറ്ററിന് സപ്പോർട്ടായിട്ട് ആവശ്യത്തിന് ഫോട്ടോഗ്രാഫ്സും മെറ്റീരിയൽ എവിഡൻസും ഉണ്ട്. നോ, ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പത്രത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിലനിൽപ്പിനെ അഡ്വേഴ്സായി ബാധിക്കുന്ന ഒരുപാട് മാറ്റേഴ്സ് ഇതിലുണ്ട്. പക്ഷെ സാർ, നമ്മുടെ പ്രതിബദ്ധത... എനിക്കൊന്നും കേൾക്കണ്ട. അന്ന് കെമിക്കൽ ഫാക്ടറി ഫീച്ചർ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ MDH എന്നതിന് കാര്യം സാധിച്ചു. പക്ഷെ ഇത്തവണ അത് ആവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. സോറി സാർ, ഇത് വളരെ മോശമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ മറയിൽ ഡൗൺ ആക്കാനേ
സാറിന് കഴിയും. ഓഹോ, എന്റെ സ്റ്റാൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കട്സായി അല്ലേ? കൂട്ടുകാർ തന്ന കോൺഫിഡൻസ് ആയിരിക്കും. എന്നാ കേട്ടോളൂ, ഒരു കാരണവശാലും തന്റെ ഈ മാറ്റം വെളിച്ചം കാണാൻ പോകുന്നില്ല. യു ക്യാൻ ഗോ. ഐ എക്സ്പെക്ട് അല്ലേ വേണ്ട. ഇതിനെയാണ് പച്ച മലയാളത്തിൽ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. അയാൾ ചീഫ് എഡിറ്റർ അല്ല, ചീഫ് എഡിറ്റർ ആണ്. നമ്മൾ ക്ഷമിക്കും തോറും അയാളുടെ ഭരണം കൂടിക്കൂടി വരികയാണെന്നേ. എല്ലാം സഹിക്കാം. നമ്മളെല്ലാം എന്തോ ഗുരുതരമായ തെറ്റ് ചെയ്ത മട്ടില്ല കൈമൾ സാറിന്റെ പെരുമാറ്റം. ആ മാറ്റർ കംപ്ലീറ്റ് കീറി കളഞ്ഞില്ലേ? ഇനിയിപ്പോ അത് അഴിച്ചാൻ കുഴിച്ച ഒന്നേന്ന് എഴുതി തുടങ്ങണമല്ലോ. അത് സാരമില്ല, എന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ട്. ഹൗ ഇന്റലിജന്റ് യു ആർ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ആ ഇക്കണക്കിന് പോയാൽ നമ്മുടെ പത്രം SS ഗ്രൂപ്പുകാരുടെയും ശർമ്മയുടെയും മുഖപത്രമായി അധപ്പതിക്കും. ആ രണ്ടിലും നമുക്ക് ഇപ്പൊ അറിയണം. അങ്ങേരോട് എന്റെ വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി കാര്യം. ആഹാ, എന്നാ നമുക്ക് അങ്ങനെ ചെന്ന് കാണാം. അതിനെന്താ? അല്ല കിഴക്കണം. അതെ, ഞാൻ വന്നാൽ ശരിയാവത്തില്ല. ചൂടായ എന്നെ പിടിച്ചക്കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടും ഒന്നിച്ചു പോയാൽ അതൊന്നും പറ്റില്ല. നമുക്ക് 3 പേർ കൂടെ ഒരുമിച്ച് പോയി കാണാം. അല്ല, ഞാൻ വരുന്നു, പക്ഷേ ഒരു പക്ഷേ ഇല്ല. ശരി. എന്താ ഇവർക്ക് എന്തോ പറയാനുണ്ടെന്ന്. ആ രഞ്ജിനിയുടെ ഫീച്ചർ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് സാറ് പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ ഞാൻ സമാധാനം പറഞ്ഞോളാം. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കല്ലേ. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയല്ലേ സാറേ? സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കുന്നുണ്ട്. MD-യുടെ അനുവാദത്തോടുകൂടിയാ ഞങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത്. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ മാർഗം നോക്കേണ്ടി വരും. MD-ക്ക് വെറും പണം മുടക്കം മാത്രമേ ഉള്ളൂ. മാറ്റർ പത്രത്തിൽ വരുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാ. ഞാനിത് പ്രസിദ്ധീകരിക്കില്ല. സാർ അങ്ങനെ വാശി പിടിക്കരുത്. ഈ മാറ്റർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആരും ജോലി ചെയ്യില്ല. നാളത്തെ പത്രം ചിലപ്പോൾ ഇറങ്ങില്ലെന്ന് വരും. ഭീഷണിപ്പെടുത്താണോ? അല്ല, കാര്യം പറഞ്ഞതാ. എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ പേന ചലിച്ചില്ലെങ്കിൽ ഇവിടുന്ന് പത്രം ഇറങ്ങില്ല. Will you please get out? Yes, we are moving out. But for your information, sir, from this moment onwards, we are starting a pen down strike. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ മാത്രം ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നതിൽ അർത്ഥമില്ല. കേരള ടുഡേയിലെ എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ ആക്ടിവിറ്റീസ് അവരവരുടെ ഡെസ്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. സോഷ്യൽ കോസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാണ് നമ്മളെന്ന കാര്യം ഇവിടെ എല്ലാവരും വിസ്മരിക്കുന്നു. ഓരോ തരത്തിലുള്ള ഈഗോ ക്ലാഷ്, ഫ്രസ്ട്രേഷൻസ്, ചുരുക്കി പറഞ്ഞാൽ ഒരു ഈസി ഗോയിങ് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. സർ, ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ഓരോ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് വർക്ക് ചെയ്യാനുള്ള ഞങ്ങളുടെ സ്പിരിറ്റിനെ നശിപ്പിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം മാനവൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല വെച്ചാൽ സോറി സാർ, എന്റെ സബോർഡിനേറ്റ്സിന്റെ റബ്ബർ സ്റ്റാമ്പ് ഇവിടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ല. സുപ്പീരിയേഴ്സ് എന്നും സബോർഡിനേറ്റ്സ് എന്നുള്ള വേർതിരിവ് സാർ ആദ്യം അവസാനിപ്പിക്കണം. വേണ്ട, നിങ്ങളെയൊക്കെ ഓച്ചാനിച്ചെന്നുള്ള ഞാൻ എന്താ ഓവറായിട്ട് ഭരിക്കാൻ വന്നത്? ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കാനുള്ള ഒരു വേദിയല്ല ഇത്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, അത് ഗുരുതരമാക്കാനല്ല. എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് ഞാൻ പറയാം, സാർ എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഐ സെക്കൻഡ് ഇറ്റ് സർ. പിന്നെ ഇനിയുള്ള കാലങ്ങളിൽ പോളിസി മാറ്റർ തീരുമാനിക്കുമ്പോൾ എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ അഭിപ്രായവും കണക്കിലെടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കൈമൾ സാർ എന്ത് പറയുന്നു? സാറിന്റെ ഡിസിഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാനും തയ്യാറാണ്. എങ്കിൽ എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. റെസ്പോൺസിബിൾ പോസ്റ്റിലിരിക്കുന്ന കൈമൾ സാറിനോട് എഡിറ്റോറിയൽ സ്റ്റാഫിൽ ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫീലിംഗ്സ് ഹർട്ട് ചെയ്തതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് കൺസേൺഡ് പാർട്ടീസ് അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. മേലിൽ അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ നടപടികളെക്കുറിച്ചോ എന്തെങ്കിലും പരാതികൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ത്രൂ പ്രോപ്പർ ചാനൽ മാനേജ്മെന്റിൽ എത്തിക്കണം. പിന്നെ മിസ് രഞ്ജിന് തയ്യാറാക്കിയ ഫീച്ചറിന്റെ സാമൂഹ്യ പ്രസക്തി കണക്കിലെടുത്ത് അത് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകണമെന്ന് ഞാൻ കൈമൾ സാറിനോട് അപേക്ഷിക്കാം. എന്റെ അഭ്യർത്ഥന മാനിക്കാനുള്ള വിശാല മനസ്കത അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഈ ഫീച്ചർ ഉയർത്താവുന്ന വിവാദങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയക്കുന്ന ആളല്ല അദ്ദേഹം എന്ന് എനിക്കറിയാം. സോ മിസ് രഞ്ജിനി, ഫീച്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളൂ.
ഓക്കെ, ദാറ്റ്സ് ഓൾ. ചെക്ക് പോസ്റ്റിലൂടെ ഒഴുകുന്ന കോടികൾ. സ്പിരിറ്റ് കേസിൽ ഉന്നതന്മാർക്കുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള ലേഖന പരമ്പര ഉടനെ ആരംഭിക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഞാനിനി എന്ത് ചെയ്യും? സ്പിരിറ്റിനെ കുറിച്ചുള്ള ലേഖനം പത്രത്തിൽ അടിച്ചു വന്നാൽ ആദ്യം തെറിക്കുന്നത് എന്റെ കസേരയാ. ശർമാജിക്ക് അറിയാമല്ലോ, മുഖ്യനും ഗ്രൂപ്പും ഏത് വിധത്തിൽ എന്നെ ഒതുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മതിയാക്കടോ, താൻ വേവലാതിപ്പെടുന്നത് തന്റെ ഇപ്പോഴത്തെ പൊസിഷനെ കുറിച്ചാ. മന്ത്രി കസേര, അധികാരം, ഇതൊക്കെ തനിക്ക് ഉണ്ടാക്കി തന്നത് ഞാനാ. അപ്പൊ അത് നഷ്ടപ്പെടാതെ നോക്കാനും എനിക്കറിയാം. സാർ, കൈമൾ വന്നിരിക്കുന്നു, വിളിക്കട്ടെ? ഇരിക്കണം. വേണ്ട സാർ, ഞാനിവിടെ ഒന്നോളാം. എടോ കൈമളെ, നാണമില്ലടോ തനിക്ക് ആ കസേരയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ? ചീഫ് എഡിറ്റർ പോലും. ഞാൻ രാജിവെക്കാൻ പോയപ്പോ ശർമാജി അല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? ഏത് കഴുതയ്ക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാ ഈ രാജി. കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നീക്കാൻ കഴിയണം. അവിടെ അമെടുക്ക്. മാനേജ്മെന്റിനെ മറികടന്ന് സ്റ്റാഫിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? എല്ലാം എം ഡിയുടെ തീരുമാനങ്ങളാ. തനിക്കൊക്കെ ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ എളുപ്പം രക്ഷപ്പെടാം. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്റെ കസേരയാ. ഒന്ന് നിർത്തടോ തന്റെ ഒരു കസേര. എന്റെ ബലമായ സംശയം എനിക്കെതിരായിട്ട് ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടെന്നാ. ആ റാവുത്തർ കാശ് കൊടുത്ത് നമ്മുടെ ആൾക്കാരിൽ പലരെയും വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ജയചന്ദ്രനെയും രഞ്ജിനിമേനെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരാ. ശത്രുവേത് മിത്രമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. ഇനി തന്നെയും ആ റാവുത്തർ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണോടോ? അത് ശരി. ഈ വിവരം പറഞ്ഞു തന്നതിന് ശർമാജി എന്നെ തന്നെ സംശയിച്ചല്ലോ. വിവരം പറഞ്ഞു തന്നതുകൊണ്ട് സംശയിക്കേണ്ടെന്ന് ശർമാജി കരുതുന്നില്ല. അത് ഒരു പക്ഷേ അതിബുദ്ധിയുടെ ലക്ഷണമാവാം. എന്തും ഞാൻ സഹിക്കാം, പക്ഷെ ഈ ഒറ്റുകൊടുക്കലുണ്ടല്ലോ, അതുപോട്ടെ. ഈ വിശ്വനാഥനെ കയ്യിലെടുക്കാൻ എന്താ ഒരു മാർഗം? അങ്കിൾ ഇത് മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മോളുടെ പേരെന്താ? അനുമോളുടെ ഡാഡി അകത്തുണ്ടോ? നമുക്ക് ഡാഡി ഒന്ന് കാണാം. എങ്ങനെയുണ്ട്? റെക്കമെൻഡേഷൻ വേണ്ടി വന്നതാ. എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? പിന്നെ എന്തിനാ ഇത്? മിടുക്കി. അങ്കിളിന് മോളുടെ ഡാഡിയെ കൊണ്ട് ഒരു ചെറിയ കാര്യം സാധിക്കാനുണ്ട്. വണക്കം. ഡാഡി, ഇതെന്താ? എന്ത് രസാ ഈ അങ്കിള് തന്നതാ. മോള് പോയി കളിച്ചോ. ഇരിക്കാം. താങ്ക് യു. അല്ല, എന്നെ മനസ്സിലായി കാണുമല്ലോ. അറിയാം. ഞാൻ വന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ. ഇല്ല. നമ്മുടെ പത്രത്തിൽ എന്നെ കുറിച്ച് ഏതോ ലേഖന പരമ്പര തുടങ്ങാൻ പോകുന്നെന്ന് കേട്ടു. ചെക്ക് പോസ്റ്റിലൂടെ ഒഴുകുന്ന കോടികളെന്നോ ലക്ഷങ്ങളെന്നോ. അത് സ്പിരിറ്റിനെ കുറിച്ചല്ലേ? അതെങ്ങനെ മിസ്റ്റർ ശർമ്മയെ കുറിച്ചാവും? കൊള്ളാം, പത്രക്കാരന്റെ ക്ലാസിക് ജോക്ക്. ഞാൻ അല്പം തിരക്കിലാണ്. കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയി കാര്യങ്ങൾ പറഞ്ഞ കൊള്ളാം. നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് ബിസിനസ്സാ. കേരള ടുഡേക്ക് വേണ്ടി ഒരുപാട് പരസ്യങ്ങളും സപ്ലിമെന്റുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നവനായി ഈ ശർമാജി. എന്നെ തന്നെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് അപരാധമാണ് നിങ്ങളോട് ചെയ്തത്? ഒരിക്കലും ഒരു വ്യക്തിയെ ദ്രോഹിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം അല്ലത്. തികച്ചും ജനനന്മയാണ് ഞങ്ങളുടെ പത്രത്തിന്റെ പോളിസി. പോളിസിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സാറേ? എന്തിനാ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കി നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതിനി പത്രത്തിൽ അടിച്ചു വരിക, ജനങ്ങളത് വായിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെയും എന്റെ നിലനിൽപ്പിനെയും ബാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ മെനക്കേടാ. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്നുള്ളതിന് എനിക്ക് തന്നെ ഒരു രൂപം ഉണ്ടാവില്ല. മിസ്റ്റർ ശർമ്മ, ഞങ്ങളുടെ പത്രത്തിൽ എന്തെഴുതണം എന്തെഴുതാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. പിന്നെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ അടിയറവ് പറയുന്ന ഒരു പാരമ്പര്യമല്ല ഞങ്ങൾക്കുള്ളത്.
അപ്പോ ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ല, ഏറ്റുമുട്ടാൻ വന്നാൽ തിരിച്ചടിക്കാൻ മടിക്കില്ല എന്ന് വ്യക്തമാക്കിയതാ. അറ്റ് എനി കോസ്റ്റ് ഈ ലേഖന പരമ്പര എന്റെ പത്രത്തിൽ വന്നിരിക്കും. ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും തനിനിറം ഞാൻ പുറത്തു കൊണ്ടുവരും. യു ക്യാൻ ഗോ. മോളെ, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അങ്കിൾ പോട്ടെ മോളെ. രഞ്ജിനി വന്നില്ലേ? ഇല്ല, വന്നില്ല. നേരത്തെ എത്താമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. 1-2 മാറ്റർ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഫോട്ടോസ് എല്ലാം ഉൾക്കൊള്ളിക്കണം. സാർ, സാറിനൊരു ഫാക്സ് മെസ്സേജ് വന്നിട്ടുണ്ട്. എവിടുന്നാ? അത് പറഞ്ഞിട്ടില്ല. അടുത്ത മെസ്സേജ് റിസീവ് ചെയ്യാൻ തയ്യാറായി നിൽക്കണമെന്ന് മാത്രമേ അതിലുള്ളൂ. To Kerala Today staff for their kind attention. മിസ് രഞ്ജിനി മേനോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. സ്പിരിറ്റിനെ കുറിച്ചുള്ള ഫീച്ചർ പത്രത്തിൽ അടിക്കുന്നത് നിർത്തിവെക്കുക. ഞങ്ങൾക്കെതിരെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൈമാറുക. ഈ വ്യവസ്ഥകൾ സ്വീകാര്യമല്ലെങ്കിൽ മിസ് രഞ്ജിനി മേനോൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കറുത്ത ബോർഡറോടെ ലേഔട്ട് ചെയ്യാൻ തയ്യാറാകുക. സൂസൻ, സ്പിരിറ്റിനെ കുറിച്ചുള്ള സപ്ലിമെന്റ് എല്ലാവർക്കും നിർത്തിവെക്കാൻ പറയും. എന്താ സാർ? സഹപ്രവർത്തകയോടുള്ള സ്നേഹം നമുക്കിപ്പോ അറിയാം. പിന്നെ കുട്ടി കരുതുന്നത് പോലെ ശർമാജി അത്ര ദുഷ്ടനല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഏതെല്ലാം രീതിയിൽ എനിക്ക് ടോർച്ചർ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോ കുട്ടിയെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ തന്നെ ഏറ്റവും കുറച്ച് വേദന അനുഭവിക്കേണ്ട രീതിയെ ഞാൻ ചൂസ് ചെയ്യൂ. ഈ സൈനൈഡ് ഗുളികൾ എങ്ങനെ ഉണ്ടാവും? പത്രം അച്ചടിക്കുന്നവ നിർത്തിവെച്ചു. വെരി ഗുഡ്. നമ്മളെ പോലെ ദുഷ്ടന്മാരല്ലവര്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വില അവർക്കറിയാം. കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതെ പോകുന്നു അല്ലേ? ഒട്ടും ഡിപ്രസ്ഡ് ആവരുത്. വേറെ സെൻസേഷണൽ വാർത്തകൾ ഞാൻ തരാം. ശർമാജി, പത്രത്തിന്റെ പ്രിന്റിംഗ് ഞങ്ങൾ നിർത്തിവെച്ച് കഴിഞ്ഞു. മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം റെഡിയാണ്. രഞ്ജിനെ വിട്ടു തരുമ്പോൾ നിങ്ങളെ ഏൽപ്പിക്കാം.
ഇവിടെ കൊണ്ടുപോ. എന്തായാലും
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഒരു ഭാഗത്തേക്ക് ഇരിക്കാം. സാറിന്റെ രാവിലെ ഒന്നുമില്ല, ഇന്ന് സൺഡേ അല്ലേ, ഒരു കാഷ്വൽ വിസിറ്റ് ആകാമെന്ന് കരുതി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജോയിൻ ചെയ്തല്ലേ? കൺഗ്രാജുലേഷൻ. താങ്ക് യു. വേണുവിനോടാവുമ്പോ ഒരു മുഖവരോടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാനൊരു മാരേജ് പ്രപ്പോസലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. എന്റെ മോൾക്കൊരമ്മയെ ഞാൻ രഞ്ജിനിയിൽ കണ്ടിരുന്നു. രഞ്ജിനിയുടെ സ്മാർട്ട്നെസ് മിസ്റ്റർ ജയചന്ദ്രനെ വളരെയധികം ഇംപ്രസ് ചെയ്തിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷേ രഞ്ജിനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണന്റെ താല്പര്യം എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ അത് മാത്രം പോരല്ലോ, രഞ്ജിനിക്ക് ഉണ്ണികൃഷ്ണനോട് താല്പര്യം ഉണ്ടോ എന്ന് കൂടി അറിയണ്ടേ? അറിഞ്ഞു. അത് ഈ എളിയ പത്രപ്രവർത്തകന്റെ അതിവിദഗ്ധമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രം വെളിവായ രഹസ്യമാണ്. എന്റെ എത്ര ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ? കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോ എല്ലാവരും ഒരുമിച്ച് വന്ന് ഉണ്ണിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ നടത്താൻ തീരുമാനിച്ചു. ആക്ച്വലി ഈ ഡിസേർവ്സ് ഇറ്റ്. ഉണ്ണികൃഷ്ണൻ എഴുന്നേക്കും. ജേർണലിസ്റ്റ് ദമ്പതികൾക്ക് ഞങ്ങളുടെ എല്ലാവിധ മംഗളാശംസകളും. സമ്പ്രതി വാർത്താഹ പ്രസൂതേന്താഹി സർവ മംഗളാനുഭവന്തു.